കഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ട സിനിമയാട്ടോ സാജൻ ബേക്കറി. ലോകത്ത് മൂന്നാമത്തെ ആളാ. വേറെ രണ്ടുപേരും ചന്തുവിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താന്ന് വെച്ചാൽ, ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്, ചെയ്ത സിനിമ എല്ലാം നിലം പൊട്ടിപ്പോയല്ലോ. അതാണ് നെക്സ്റ്റ് ലെവൽ. നെക്സ്റ്റ് ലെവൽ. ഏത് തിയേറ്ററിൽ ഓർമ്മയുണ്ടോ? ത്യാഗരാജ്. ഒന്ന് ചാമ്യം, രണ്ട് ചാമ്യം, മൂന്ന് ചാമ്യം, നാല് ചാമ്യം, 6 ചാമ്യം. ഇഡലി അവിടെ നിന്നല്ലേ അതിപ്പോ പറയുന്നത്. ഈ കിരീടം കണ്ട ആള് തന്നെ കണ്ടിട്ട് എന്റെ പൊന്നു നീ പോയി ചെങ്കോല് കാണണമെന്നൊക്കെ പറഞ്ഞ് താഴെ പോയിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുമ്പോൾ 2 ദിവസം പുള്ളി കണ്ടിട്ട് ചെങ്കോല് കണ്ടിട്ട് റിവ്യൂ ഇടും. കാണണ്ടായിരുന്നു, എന്റെ ജീവിതം മടുത്തു. ഹായ് ഗൈസ്, വെൽക്കം ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. ഇത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ എപ്പോഴും ഞാൻ ചെന്നൈ ബേസ്ഡ് ആണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് അടിപൊളി സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുമല്ലോ നിങ്ങളെ എന്താ കോൺസെപ്റ്റ്, എന്താ കഥ എന്താന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കൊച്ചിയിൽ ഒരു ഏലിയൻ വന്ന്. ഞാൻ സത്യമായിട്ട് പറഞ്ഞു, ഞാൻ ശരിക്കും വിചാരിച്ച അയാൾ എന്തോ കളിയാക്കുവാണ് എന്നെ, അല്ലെങ്കിൽ വെറുതെ വളിപ്പടിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഈ കഥ ഫസ്റ്റ് കേൾക്കുമ്പോൾ സത്യമായിട്ട് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ല, എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനത്തെ പ്രമേയങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി. എനിക്കിഷ്ടം ഇങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസപ്പെട്ട സാധനങ്ങൾ ചെയ്യാനായിട്ട്. ആർക്കിലേക്കോ? എനിക്ക് ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഡിസ്റ്റോപ്പിയൻ ഒന്നും എന്താന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ 3 വർഷയുടെ ഇടയിൽ ഏലിയൻ വരുന്നു, ഇതിങ്ങനെ ഒരു ഐഡിയ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവനൊരു അത് തന്നെ ഒരു ഫ്രഷ് സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് അങ്ങനെ ഏലിയൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മറ്റേ ചന്തുവിനെ കുറച്ച് വീടായിട്ട് നോക്കി തുടങ്ങി. അത് സത്യമാണ് ഇത് പറഞ്ഞത്, എന്താണ് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഒരു ഡൗട്ട് തോന്നില്ലേ? ഇല്ല, അത് ആദ്യം തന്നെ ഗൂഗിളുണ്ട്, അജേട്ടനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെയിം അവസ്ഥ. ഇത് ഷൂട്ടിങ് സമയത്തൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴും ഒക്കെ അങ്ങനെ കേട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഷൂട്ട് ചെയ്യുമ്പോഴും ഇത് എന്തൊക്കെ വളിപ്പാണ്, തമാശ കേൾക്കുമ്പോ ഇതൊക്കെ വർക്കാവോ? അത് ചേട്ടൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് 2 പടത്തിലും, ഗോകുലും സായനവർത്തിലുണ്ട്, അതിലുണ്ട്. ഞാൻ 2 ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സാജൻ ബേക്കറി എന്തൊക്കെ പറഞ്ഞാൽ ഒരു നോർമൽ ഫിലിം മനസ്സിലാവും. അത് എനിക്ക് അവന്റെ പടത്തിൽ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പടം സാജൻ ബേക്കറി ഉള്ളൂ. അപ്പൊ സായനവാർത്ത എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. ഇതിപ്പോ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ബിക്കോസ് ഈ വരുന്ന റിവ്യൂസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ ഞാൻ ഭാഗമായ സിനിമ മൂല്യമുള്ള ഒരു പരിപാടിയാണ്. അനാർക്കലി പറഞ്ഞ പോലെ തന്നെയാണ്. കഥ പറയുന്ന സമയത്ത് ചന്തു ഈ അടുത്തൊരു ഇന്റർവ്യൂ അറിഞ്ഞു എന്നോട് അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഞാൻ എന്തോ പറഞ്ഞിരുന്നു, ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം അതിന് മുന്നേ പറയുകയാണെങ്കിൽ എനിക്ക് അനാർക്കലി ചിലപ്പോൾ ഇതിൽ ഡയലോഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സന്തോഷത്തോടെ വന്നായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ചന്തുവിന്റെ വട്ട് ഇഷ്ടമാണ്. ഈ പറഞ്ഞ വട്ടെന്ന് ഞാൻ എന്നെ ഇതാക്കി പറയല്ല, ക്രേസിനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. 12 വർഷമായിട്ട് അദ്ദേഹം പറയുന്ന പല തോട്ടും എനിക്ക് എൻ്റെ കരിയറിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഞാൻ ചില സിനിമകൾ ഇതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോണേ, ഇതാണ് വേഷം, കഥ കേട്ടിട്ടല്ല, സോറി തിരക്കഥ കേട്ടിട്ടില്ല, എൻ്റെ ലുക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ പുള്ളി ചില ഇതൊക്കെ സജഷൻസ് ഒക്കെ പറയും. അതൊക്കെ എനിക്ക് ഫേവർ ചെയ്തു. ഓർമ്മയുണ്ട് എന്തെങ്കിലും എക്സാമ്പിൾ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ കേരള ക്രൈം ഫയൽസിന്റെ ലുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സൈക്കോ ബാലേന്ദ്രന്റെ ലുക്ക്, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ് സിനിമയുണ്ട് മൂൺ വാക്ക് എന്ന് പറയും, അതിന്റെ ലുക്ക്, ഇതൊക്കെ ഞാൻ കാര്യം പുള്ളി ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറും പുള്ളിയുടെ ഒരു എസ്തെറ്റിക് സെൻസ് ആ വാക്ക് അവനിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പം അത് എന്താണെന്ന് ഞാൻ ഈ അടുത്ത് വിനീതിനോട് ഒരു ഇന്റർവ്യൂല് ചോദിച്ചപ്പോൾ മലയാളത്തിൽ വിനീത് അത് പറഞ്ഞു. നീ കണ്ടായിരുന്നോ? അപ്പൊ വിനീതി നിനക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം പുള്ളി അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ സെൻസ് ഹൈ ആണ്. ഇപ്പൊ എനിക്ക് എൻ്റെ അർത്ഥം അറിയാട്ടോ. അപ്പൊ അത് നാച്ചുറലി ഒരു ആക്ടർക്ക് ആവശ്യമാണ് ആ ഒരു സെൻസ്. അപ്പൊ ഞാൻ പലപ്പോഴും പുള്ളിന്ന് ചൊരണ്ടി എടുക്കുന്നത്. അപ്പൊ ഈ ഗഗനചാരിയിലോട്ട് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ പുള്ളിയുടെ ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട്സ് ഇഷ്ടമാണ്. കാര്യം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന കേരളം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന, നമ്മളൊക്കെ നോക്കിക്കാണുന്ന LJP എന്ന ബ്രാൻഡായി മാറുന്നതിന് മുന്നേ ലിജോ ചേട്ടൻ നായകൻ ചെയ്തപ്പോഴും സിറ്റി ഓഫ് ഗോഡ് ചെയ്തപ്പോഴും ഒരു അന്നേ സിനിമാക്കാരനല്ല, പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ചെന്നൈയിലന്ന് ജോലി പഠിക്കുന്ന സമയമാണ് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ബിഗ് ബി വന്നപ്പോൾ നോക്കി കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് മലയാള സിനിമ മാറുന്ന കാലമായിരുന്നു. ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് ഇപ്പൊ ബ്രഹ്മയുഗം, ഫുൾ ഫീച്ചർ ഫിലിം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ത്യയിൽ പോലും എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ ഇത് വളരെ മാറി നിൽക്കാൻ ധൈര്യമായിട്ട് നമുക്ക് പറയാം.
പക്ഷെ ഡെഫിനറ്റ്ലി ഒരു സാധാരണ ഫോർമുല ഡ്രിവൺ സിനിമ കാണാൻ വരുന്ന ഒരു പ്രേക്ഷകന് ഇതെന്താണ് ഈ വട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് തോന്നും. ബട്ട് ആ വട്ടാണ് എനിക്കിഷ്ടമായത്. അല്ല അപ്പൊ കഥ കേൾക്കുമ്പോ എന്തോ മനസ്സിലായിട്ടില്ല, പക്ഷെ ട്രസ്റ്റ് ഉണ്ട്. സോ മച്ച്. അപ്പൊ ആ ജേർണിയിൽ ഞാൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അത് താങ്കളെ ഇമിറ്റേറ്റ് ചെയ്യാം. നോട്ട് ആക്ടിങ് അല്ലെങ്കിൽ റെൻഡറിങ്ങോ അല്ലെങ്കിൽ ഇതല്ല, ആ മൂഡ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അത് നന്നായാലും ചീത്തയായാലും ഉത്തരവാദിത്വം നിനക്ക്. നന്നായാലും ഞങ്ങൾ എടുക്കുന്നില്ല, കാര്യം അത് പൂർണ്ണമായിട്ടും പുള്ളിയുടെ തലച്ചോറാണ്. അല്ല പക്ഷെ ഇത് നിങ്ങൾക്ക് 3 പേർക്കും കൂടെ ആൻസർ ചെയ്യാം. പക്ഷെ അരുണിന്റെ കാര്യത്തില് ഇപ്പോ നമ്മള് രണ്ട് സിനിമ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അരുൺ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പിൽ വേറെ ഇന്റർവ്യൂസിൽ, കാരണം ഇൻഡസ്ട്രിയുടെ കുറച്ച് സജഷൻസ് ഉണ്ടാവും, പ്രഷേഴ്സ് ഉണ്ടാവും. അതൊക്കെ മറന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര വിയേർഡ് ആണെങ്കിലും എത്ര എക്സ്പെരിമെന്റിലാണെങ്കിലും ഒരു സിനിമ ചെയ്തിട്ട് അത് ഹിറ്റ് ആവുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ സന്തോഷമല്ലേ? അതെ, എനിക്ക് തോന്നുന്നു നമ്മള് ഞാനൊരു 6 പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ സബ്ജക്റ്റ് കൊണ്ട് ഇതിനു മുമ്പ് ഇത് ഫൈനലി ഓൺ ആവുന്നതിന് മുമ്പ്. അപ്പം എവറി ടൈം നമ്മൾ പോയി അവർ പറയുന്ന ലൊക്കേഷനിൽ പോയി പല അൺകംഫർട്ടബിൾ സ്പേസിലൊക്കെ പോയിട്ടായിരിക്കും നമ്മൾ നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നറേറ്റ് ചെയ്യാൻ പോയിരിക്കുന്ന സമയത്ത് അവർ നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവരുടെ മുഖം പതുക്കെ ചേഞ്ച് അല്ലൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വളരെ വിയേർഡ് ആയിട്ടുള്ള ഇതും ഇവന് രക്ഷപ്പെടണമെന്നില്ലെന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ മുഖത്ത് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം 2 പടം ഓൾറെഡി വർക്കായിട്ടില്ല. അപ്പം മേ ബി അടുത്തെങ്കിലും ഇവൻ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ചിന്തിച്ചൊരു സാധനം വർക്കൗട്ട് ചെയ്യണം എന്നുള്ള പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും അതിനകത്ത്. പക്ഷേ അപ്പോൾ അവിടെ പോയിട്ട് പക്ഷെ നമ്മളവരോട് എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ഓണാക്കുക എന്നൊക്കെയുള്ള രീതി വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് കഥ പറയാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പോലും 6 ആൾക്കാരും ഒന്നും പറയാതെ വിട്ടു. അപ്പം ഫൈനലി ഇത് ഗണേഷ് സാറിനോട് നമ്മളിത് നറേറ്റ് ചെയ്യുന്ന സമയത്ത് സാറാണ് എന്നെ പ്രൊഡ്യൂസറിൻ്റെ അടുക്കലേക്ക് ഐഫിന ഫിലിംസിൻ്റെ അടുക്കലേക്ക് എന്നെ ഡയറക്ട് ചെയ്യുന്നത്. അവിടെ ചെന്ന് നെക്സ്റ്റ് ഡേ പടം എനിക്ക് അഡ്വാൻസ് തരുമായിരുന്നു. അങ്ങനെ അത് ഓണാകുമായിരുന്നു. അവർക്ക് മനസ്സിലായിട്ടല്ല, അവര് വളരെ നല്ല പ്രൊഡക്ഷനും വിശാല മനസ്കരായതുകൊണ്ട് ഗണേശായിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഒരു സിനിമ അവര് കാരണം സംഭവിക്കുമല്ലോ. അതെ. അപ്പോൾ എനിക്കൊന്ന് ഗണേഷ് സാർ ശരിക്കും ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് റീഡിൽ തന്നെ പുള്ളി ഒരു ഭയങ്കര നേർഡ് ആയതുകൊണ്ട്, ഒരു അണ്ടർ റേറ്റഡ് നേർഡാണ് പുള്ളിക്ക് ഒരു പോസ്റ്റ് അപ്പോക്കൽ സിനാരിയോ ഒക്കെ പുള്ളിയോട് എന്താണെന്നുള്ള കൃത്യമായി പറഞ്ഞു കൊടുത്ത് നമ്മൾ ആ സമയത്ത് എന്താ ഉദ്ദേശിക്കുന്നത്, ഈവൻ ക്ലൈമാക്സിൽ നമ്മൾ ഈ ക്യാറ്റ് വേൾഡിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ പുള്ളി ഭയങ്കര ക്യൂരിയസ് ആണ് ഇതൊക്കെ കേൾക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം ബ്രോ നേരത്തെ പറഞ്ഞതായിട്ട് ബന്ധപ്പെടുത്തി പറയാണ്, ഒരു സാധാരണ ഒരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു സക്സസ് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫുൾ ടീം ഒരുമിച്ച് നിന്നൊരു ക്രിയേറ്റീവ് ഫോഴ്സ് ഫൈനലി അതിൻ്റെ സക്സസ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. ബട്ട് ഇതിപ്പം തന്നേക്കുന്നത് ഒരേ സമയത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതേ സമയത്ത് ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഡിറ്റർമിനേഷൻ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാസ്റ്റും ടെക്നീഷ്യൻസും നമ്മളെ എങ്ങനെ ഇതിനെ ഇനേബിൾ ചെയ്യും എന്നുള്ളൊരു സാധനം കൂടിയാണ്. നമ്മൾ പല സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടൊരു ചോദ്യമോ മേ ബി ഇത് ചെയ്യണോ, നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തുകൂടെ, സ്പൂൺ ഫീഡ് ചെയ്യണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്ത് കളയും. അല്ലെങ്കിൽ നമുക്ക് രാത്രി പോയി കിടന്ന് ഇറങ്ങിയിട്ട് സീൻ റീറൈറ്റ് ചെയ്യണോ, ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാവും. പക്ഷെ ഗാനചാരിൽ എനിക്ക് അങ്ങനെ എടുത്തിട്ട് ഒരു സീൻ പോലും അങ്ങനെ നമ്മൾ റീഷൂട്ട് ചെയ്തിട്ടില്ല. കാരണമുണ്ട്, നീ ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ, സംശയം ചോദിക്കാം. സാജൻ ബേക്കറി ചെയ്യുമ്പോൾ ഞാൻ നല്ല പ്രഷർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മാച്ചൻ, ചേച്ചി, അനന്തരവൻ, കഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ട സിനിമയാട്ടോ സാജൻ ബേക്കറി. ലോകത്ത് 3ാമത്തെ ആളാ. വേറെ 2 ആരൊക്കെയോ നമ്മളെ വിളിച്ച് പറഞ്ഞു. അല്ല പക്ഷെ അരുൺ, ഇതിപ്പോ കൊറേ ഭാഗ്യമുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ഫസ്റ്റ് ഫിലിം തന്നെ അവർക്ക് എടുക്കേണ്ട അതേ സിനിമ അവർ ഫസ്റ്റ് ഫിലിമായിട്ട് തന്നെ ഉണ്ടാവും. അതന്നെ അവരുടെ ഫസ്റ്റ് ഫിലിം. അവരുടെ സ്റ്റൈലും അവരുടെ ഒരു ടേസ്റ്റും ഒക്കെ ആ ഫസ്റ്റ് ഫിലിമിൽ റിഫ്ലക്ട് ചെയ്യും. അവരുടെ കരിയർ മുഴുവൻ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫിലിംസ് തന്നെയായിരിക്കും അവർ ഉണ്ടാക്കുന്നത്. പക്ഷെ അരുണിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ് അല്ലേ. ഇതിപ്പോ ഒരു 3rd ഫിലിം ആവുമ്പോൾ അരുൺ എക്സാക്ട്ലി വേണ്ട പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോ ഇത്രയും കാലം അരുൺ ഉണ്ടായിരുന്ന ഡൗട്ട്സും അരുണിന്റെ ഒരു ഡയറക്ടോറിയൽ വോയിസ് അതൊക്കെ ഇപ്പോഴാണ് ഡിസ്കവർ ചെയ്തത്. എന്നുവെച്ചാൽ ഐഡിയലി ഷുഡ് ദിസ് ഹാവ് ബീൻ യുവർ ഫസ്റ്റ് ഫിലിം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഐഡിയലി എന്റെ ഫസ്റ്റ് ഫിലിം വാസ് ബ്രോഡ്കാസ്റ്റ്, ഒരു സൈഫൈ സ്പേസ് അഡ്വഞ്ചർ. ഇതാണ് നമ്മുടെ സംഭവം. അതെ, രാജുവേട്ടനോട് ഞാൻ മൊയ്തീന്റെ സെറ്റിൽ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജോമോ ചേട്ടനാണ് എന്നെ അങ്ങോട്ട് സെറ്റിൽ പോയിട്ട് കഥ പറയാൻ പറഞ്ഞത്. രാജുവിനോട് പോയി കഥ പറഞ്ഞു. പക്ഷേ അത് സിയാറ്റിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആണോ പൃഥ്വിരാജ് സാർ, രാജുവേട്ടൻ. അപ്പോൾ രാജുവേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് എഴുതിയതും ഒക്കെ. അപ്പോൾ നമ്മൾ അതിനൊരു നല്ല ഫസ്റ്റ് ലുക്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ ഒരു ഡോക്യുമെന്റേഷൻ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. വാട്ട് ഈസ് സയൻസ്, വാട്ട് ഈസ് ഫിക്ഷൻ. പൃഥ്വിരാജ് സാറിനെ പോലത്തെ ഒരാളെ നമ്മൾ കാണിക്കുന്ന സമയത്ത് പുള്ളിക്ക് അത് പ്രോപ്പർലി തോന്നണമല്ലോ. നമ്മൾ ചുമ്മാ
ഒരു ഗൂഫി ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ട് വന്നേക്കുന്നല്ല, നമ്മൾ സീരിയസ് ആണ് അതിനെ പറ്റിയിട്ടും തോന്നിക്കാൻ വേണ്ടി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ആയിരുന്നു അത്, ഒരു ക്ലൈമറ്റ് ഫിക്ഷൻ ആയിരുന്നു ബേസിക്കലി അത്. അപ്പോൾ അത് വർക്കായി പുള്ളിക്ക്, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് അഗെയിൻ ഞാൻ ആലോചിച്ചിരുന്ന ഒരു ലോങ്ങർ ഫോർമാറ്റിലല്ല, അത് സിയാറ്റിലിൻ്റെ അവരുടെ പോളിസീസ് കറക്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടി അതിന് എത്ര മിനിമം ലെങ്ത് വേണം എന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത ആ പ്രോജക്റ്റ്. അപ്പോൾ ലേറ്റർ അത് നടന്നില്ല. പിന്നെ അതിന് ശേഷമാണ് ഞാൻ സായന വാർത്തകളിലേക്കും സാജംബികളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ടൈമിലേക്ക് ഞാൻ എൻ്റെ മെൻ്റലി കണ്ടീഷൻഡായി. കാരണം നമ്മൾ ആദ്യം കഥ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇതൊന്നും പോയി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളൊരു തോന്നലിലേക്ക് അന്നെത്തി. കാരണം എനിക്ക് അന്നും തോന്നിയിരുന്ന മേ ബി ഇൻഡസ്ട്രിയിൽ അത് സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ പൃഥ്വിരാജ് സാറാണെന്നാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ആണെങ്കിലും കുഴപ്പമില്ല, രാജേട്ടന് മനസ്സിലാവും. ഇറ്റ് വാസ് നോട്ട് വിയേർഡ് ആക്ച്വലി. ഇത്ര പ്യൂക്കിയും വാക്കി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് എ കോണ്ടാക്ട് കൈൻഡ് ഓഫ്. എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ബിസിനസ് ഉള്ള നായകൻ മേ ബി അതായിരിക്കും അദ്ദേഹം. അത് മാത്രമല്ല സയൻസും കാരണം ഞാൻ ഒരിക്കലും എപ്പോഴോ പുള്ളി പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അൺബ്രേക്കബിൾ ആണ് ഫേവറേറ്റ് ഫിലിം. അൺബ്രേക്കബിൾ ഈസ് മൈ ഫോറെവർ ഫേവറേറ്റ് സൂപ്പർ ഹീറോ മൂവി. എനിക്ക് ഡാർക്ക് നൈറ്റിന് മുകളിലാണ് അൺബ്രേക്കബിൾ. അപ്പം ഞാൻ അതേ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഏതോ ഒരു മൂവി ഗ്രൂപ്പ് മൂവി സ്ട്രീറ്റിലാണോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ രീതിയിൽ ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു റെസൊണൻസ് ഉണ്ട് പുള്ളി പറയുന്ന കാര്യങ്ങളായിട്ട്. എനിക്ക് ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നി പുള്ളി അടുക്ക് പോയാൽ അത് നടക്കുന്നുള്ളത്. പക്ഷെ അന്ന് മേ ബി അത് നടക്കാത്തതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ തിരിച്ച് നമ്മളുടെ ഒരു സ്ക്വയർ വണ്ണിലേക്ക് വരുന്നതും ഇങ്ങനത്തെ സിനിമകൾ ചിന്തിച്ചു തുടങ്ങിയതും. ഇന്ന് പക്ഷേ ഗഗനചാരി വർക്കായപ്പോൾ എനിക്ക് പിന്നെയും അതേ പാത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ കൊള്ളാമെന്നൊക്കെയുണ്ട്. ബിക്കോസ് അത് കുറച്ചുകൂടെ സീരിയസ് സൈഫൈ പരിപാടിയായിരുന്നല്ലോ. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാൻ ഒരു സീരിയസ് സൈഫൈ വർക്ക് ചെയ്യാനും എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഗഗനചാരി ഇല്ലായിരുന്നു. അതാണ് മനിയൻ ചുറ്റുപിലോട്ട് ഇപ്പൊ എത്തി, അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയത്, ഇതിന്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട്. നീ ഗണേഷ് ചേട്ടനെ കൊട്ടാരക്കരയിലെ ടോണി സ്റ്റാർക്ക് എന്നെന്തോ പറഞ്ഞു വിശേഷിപ്പിച്ചല്ലേ? എവിടെ ഗണേഷ് ചേട്ടൻ? നിങ്ങൾക്കും അങ്ങനെയാണോ? നിങ്ങൾക്ക് മൂന്നുപേർക്കും ഇതിപ്പോ എന്താ ഒരു കൺവെൻഷണൽ ടൈപ്പ് സ്ക്രിപ്റ്റ്സ് വരുമായിരിക്കുമല്ലോ, ഇത് ചെയ്താൽ ഇതാണ് സേഫ്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇതായിരിക്കും, ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞ ഇതായിരിക്കും ചെയ്യേണ്ടത്, ഈ സിനിമ ചെയ്യും മാസമായിരിക്കും, കമേഴ്ഷ്യൽ ആയിരിക്കും, കോമഡി ആയിരിക്കും എന്ന് പറഞ്ഞായിരിക്കുമല്ലോ ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിലിം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം, കംപ്ലീറ്റ്ലി ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫിലിം ചെയ്തിട്ട് അത് ഹിറ്റ് ആകുമ്പോൾ ഇതുപോലെ തന്നെ ചന്ദനുള്ള പോലത്തെ തന്നെ ഒരു നെക്സ്റ്റ് ലെവൽ എക്സൈറ്റ്മെന്റ് ആണോ? എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു വലിയൊരു ബാഗേജ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ അങ്ങനെ ഒരു ബാങ്കബിൾ സ്റ്റാർ ആണോ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കല്ലാന്ന് അറിയാവുന്ന. നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അതെ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെയോ ഉണ്ട്. ഇപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മലയാളത്തിൽ തന്നെ ഞാനും ഇതുവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഇല്ലാത്തൊരു തരത്തിൽ ഒരു ഏലിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഈ മോക്യുമെൻ്ററിയുടെ ഒരു രൂപത്തിൽ വരുന്നതും എനിക്കത് ഡെഫിനറ്റ്ലി ഒന്ന് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സിനിമയിൽ മാത്രമുള്ളൊരു അടുപ്പമല്ലായിരുന്നു, അല്ലാതെ ഒരു സൗഹൃദവും കൂടെ ഉണ്ടായിരുന്നു. മുമ്പേ അറിയാം. അതെ, അപ്പോൾ സായന്ന വാർത്തകൾ ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്ന വിഷയങ്ങളും എല്ലാം ഇതുപോലെ ഭയങ്കര കോക്കി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ഞങ്ങൾ രണ്ടുപേര് സംസാരിക്കുന്ന കേട്ട മൂന്നാമതൊരാൾക്ക് കുറച്ച് വട്ടാണ് എന്ന് ഞങ്ങൾക്ക് തോന്നാവുന്ന രീതിയിലാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതൊരു കുറ്റമല്ല, വട്ടുള്ളവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പോ നമുക്ക് നമ്മുടേതായ വട്ടുണ്ട്. സയൻസ് ഫിക്ഷൻ വട്ടല്ലാന്നേ ഉള്ളൂ. അത് ഒരുപാട് ക്രിറ്റിസിസം കിട്ടി. ഇപ്പൊ ഇവിടെ ക്രിറ്റിസിസം ഇല്ല, നിങ്ങളെ എംബ്രേസ് ചെയ്യാണ് വിത്ത് ഗുഡ് റിവ്യൂസ്. അന്ന് ഇങ്ങനത്തെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഇല്ലായിരുന്നു. അങ്ങനെ അന്ന് സ്റ്റോണർ ജോണർ എന്താണെന്ന് മനസ്സിലാറിയില്ല. ഇന്ത്യയിലെ ഫസ്റ്റ് ആണ്. അപ്പൊ ഒരു വളരെ ചെറിയ ശതമാനം അതിനെ സപ്പോർട്ട് ചെയ്തോളൂ. ഇന്നിപ്പം തിരിച്ചായി. ഭാഗ്യത്തിന് ഗഗനചാരി ഇറങ്ങിയ സമയം ഈ 2021 ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് റൈറ്റ് ആയിട്ട് ഒരു സമയം റിലീസ് ചെയ്യാൻ കിട്ടിയത് ഇപ്പോൾ ആയത് വളരെ പോസിറ്റീവ്. കാര്യം ആ സമയം കൊണ്ട് അത് ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ട്രാവൽ ചെയ്തു. ആദ്യം വിളിച്ച് ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ അവാർഡ് എങ്ങനെ അയക്കുന്നുണ്ട് ഞാനും വീണ്ടും വലിയ ബോധമില്ല. അവസാനം 25 അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്. നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി റിലേറ്റ് ചെയ്ത് 7G റെയിൻബോ കോളനിയിൽ ആ പയ്യന് ഹീറോയുടെ അവാർഡ് കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ഇവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. പക്ഷേ ആ അവസ്ഥയായി പോയി. കാര്യം ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഞാനാണ്. കാര്യം സാജൻ ബേക്കറി ഞാൻ പ്രൊഡ്യൂസറാണ്, ഞാൻ ലീഡ് ചെയ്താണ്. ഞാൻ അദ്ദേഹത്തിന്റെ സ്കൂളിൽ പോയിട്ട് കയറുന്നതിനും എന്നോട് പറഞ്ഞു, സിനിമ എല്ലായിടത്തും നിങ്ങൾ എന്നെ തേക്കുന്നുണ്ട്, ദേവി എന്റെ പഠിച്ച സ്കൂളിൽ എന്റെ അമ്മ എന്റെ അവിടെ പറയില്ല. ഞാൻ പറയില്ല സംസാരം തുടങ്ങി. എല്ലാവരും അതൊക്കെ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ചന്തുവിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ചെയ്ത സിനിമ എല്ലാം നിലം തൊടാതെ പൊട്ടിപ്പോയല്ലോ. അതാണ് നാട്ടിൽ പോയിട്ട് പറയാ.
എനിക്ക് എപ്പോഴാന്ന് വെച്ചാൽ എന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ഒരാൾ ഏറ്റവും കൂടുതൽ തോറ്റുപോയി അവിടുന്ന് പിന്നെ അയാൾ ജീവിച്ചു വന്ന പിന്നെ അയാൾ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻസൾട്ടിനേക്കാളും ഒരു ചെടി വളർന്നു വന്നു, അത് നശിച്ചു, പിന്നെ അത് വീണ്ടും വളർന്ന അത് പിന്നെ അവിടെ നിൽക്കും. പവച്ചേട്ടൻ നന്നാക്കിയ ആളാണല്ലോ. അങ്ങനല്ല, അയാൾക്ക് ആ ധൈര്യം ഉണ്ട്, അതുകൊണ്ടാണ് വീണ്ടും മൂന്നാമത് ഇങ്ങനത്തെ ഒരു സിനിമയായിട്ട് വീണ്ടും വരുന്നത്. അപ്പൊ ഗണേഷ് ഏട്ടനും അജിത് ഏട്ടനും അത് സപ്പോർട്ട് ചെയ്തത് ആണ് ഡെഫിനറ്റ്ലി ഗഗനചാരിയുടെ സോൾ റീസൺ. അതാണ് AVF അജിത് വിനായക ഫിലിംസിന്റെ. ഇപ്പൊ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ obviously this is a more complicated film, പക്ഷേ സെറ്റിൽ are you able to see that confidence in him? Yeah, he was very chill. ഞങ്ങളും ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ആഘോഷം എന്നല്ല, നമുക്ക് വളരെ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ, പുറത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഇത് എന്താണ് അതിന്റെ പേര്, പുറത്ത് ലോക്ക്ഡൌൺ, ഔട്ട്ഡോർ പെർമിഷൻ ഷൂട്ടിനില്ല. അപ്പം ഇദ്ദേഹം ചെയ്യുന്നത് എൻജോയ് ചെയ്താ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് കാണാൻ എന്താ വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്ത് വിഷ്വൽ കാണുമ്പോൾ സുർജിത്തിന്റെ ക്യാമറ വർക്കും ലൈറ്റും ഭയങ്കര രസമാണ്. ഫിലിം കാണുമ്പോൾ നമുക്കറിയാലോ നല്ല കളർഫുൾ ആണ്. അപ്പൊ അത് കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അനാർക്കലിയുടെ ഹെയർ ഡു, ഗോകുലിന്റെ ക്യാപ്പ്, ആ സമയത്ത് ഗോകുലിന്റെ കുറച്ചും കൂടി പുട്ടോണാണ്, ഒരു തക്കടു ഫീലാണ്. എനിക്ക് തന്നേക്കുന്ന കോസ്റ്റ്യൂംസ് ഒന്നും എനിക്ക് തന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇടില്ല. അപ്പൊ ഇതെല്ലാം വിഷ്വലി വരുമ്പം നമുക്ക് എന്തോ രസമുള്ള സംഭവമാണ് എന്നുള്ള കോൺഫിഡൻസ്. പക്ഷെ പുള്ളി വളരെ ക്ലിയർ ആണ്, എന്ത് ചെയ്യാൻ, സായും വളരെ ക്ലിയർ ആണ്. അല്ല, അനാർക്കലിക്ക് എങ്ങനെയായിരുന്നു ആ സമയത്ത് ഇത് പറഞ്ഞിട്ട് ഏലിയൻ എന്നൊക്കെ പറയുമ്പോ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, മറ്റേ പോയി പഠിക്കാനൊന്നും പറ്റില്ലല്ലോ കണ്ടോണ്ട്. എന്തായിരുന്നു ആ ലുക്കായിരുന്നു ആ സമയത്ത്? കാരണം ഡയലോഗ്സ് ഇല്ലാത്തതുകൊണ്ട് ലുക്ക് എങ്ങനെ ശരിയാക്കും, എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യാൻ പോണ, എന്താ അതൊക്കെയായിരുന്നു തോട്ട്സ്? ബേസിക്കലി ഒരു ഏലിയൻ ആവുമ്പോ എന്താ ഒരു റെഫറൻസ് ഒന്നും കാണിക്കാനില്ലാത്തോണ്ട് കുറച്ചൊരു പൂച്ചയൊക്കെ പോലെ, അതാണ് ഈ കഴിക്കുന്ന സമയത്ത് ഒരു ആനിമൽ ഇൻസ്റ്റിങ് പോലത്തെ പരിപാടി. അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോ ഇങ്ങനെ വാരി വലിച്ചു കഴിക്കുക, നടക്കുന്ന ഒരു ചെറിയ കാറ്റ് വാക്ക് ഒക്കെ. മറ്റേ എന്ന് വെച്ചാൽ ഞാൻ യൂഷ്വലി ഭയങ്കര ലേസി ആയിട്ട് ഇങ്ങനെ വെറുതെ വലയില നടക്കുന്ന ആളാ. അപ്പം നടക്കുമ്പോ ഒരു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ ഒരു തഗ്ഗായിട്ട് നടക്കുക, ഒരു പൂച്ചയുടെ സ്വഭാവമുള്ള കാറ്റ് ഫുഡ് ആണല്ലോ കഴിക്കുന്നത്, പിന്നെ പൂച്ചയായിട്ടൊരു ബന്ധമുണ്ടല്ലോ, പൂച്ചയുടെ ലോകത്തോട്ടാണല്ലോ തിരിച്ചു പോകുന്നത്. പൂച്ച അങ്ങനെ നമ്മൾ കണക്ഷൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബിഹേവിയറിലും അത് കുറച്ചൊന്നും അതുപോലെ ഉണ്ടാവണം, ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ നല്ലതാന്നുള്ള ഒരു കാര്യം. അനാർക്കലി ഇത് ക്ലൂലെസ് ആണെന്ന് പറഞ്ഞാലും പടം കാണുമ്പം നമുക്കത് തോന്നുന്നില്ല ആക്ച്വലി, ബിക്കോസ് അത് ചെയ്യാൻ പാടാ, മനുഷ്യരെ പോലെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാ. സെറ്റിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പുള്ളിക്കാരിക്ക് പറ്റിയിട്ടുണ്ട്, ത്രൂ ഔട്ട് ഒരു മെയിൻ്റെനൻസ് ഉണ്ട് അതിന്. ഭയങ്കര എക്സ്പ്രസീവ് ആവാൻ ഒന്ന് ഏലിയൻ ആയതുകൊണ്ടും ഹ്യൂമൻ ഇമോഷൻസ് ആയിരിക്കില്ല ആൾക്കുണ്ടാവുക. അപ്പോ ആ ഒരു സറ്റിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഇതിപ്പോ ഏലിയൻ ആണെന്ന് കാണിക്കാൻ കുറച്ച് മേക്കപ്പിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ കൊണ്ടുവരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ട് അത് പറ്റിയില്ല. ഞാൻ ചോദിച്ചിരുന്നു ചെവിയൊക്കെ ഇങ്ങനെ ചെവി എന്തെങ്കിലും ഇവിടെ ഒരു ഇതില് ഹെയർ സ്റ്റൈൽ അല്ലാണ്ട് ഓബ്വിയസ് ആയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേ, ഈ കണ്ണിൽ ഇടയ്ക്കൊന്ന് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു പരിപാടിക്ക് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഒരു പച്ച കളറ് ബ്ലിങ്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ണ് മാക്സിമം തുറന്നു വെക്കണം. അവിടെ ഇവിടെയൊക്കെ എവിടെ അറിയാതെ ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞേ, അത് ഇതിന്റെ കൂടെ ഒരു മനുഷ്യ സഹവാസം കൂടി ആ ഇൻഫ്ലുവൻസ് വന്നെന്നേ അത് തോന്നുന്നുള്ളൂ, ഒരു എററെന്ന് തോന്നിയില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏലിയൻ ആണെന്നുള്ളൊരു ഫീല് കിട്ടുന്നില്ലെങ്കിലും സിനിമ കാണുമ്പോൾ കറക്റ്റ് ഏലിയൻ ആയിട്ടുണ്ട്. ഏലിയന്റെ മീനിങ് എന്താണ്? നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരു വസ്തു, അതുണ്ട്. അത് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നമ്മള് വെറുതെ കോമഡി ഇതൊരു ഏലിയൻ, ഇത് ഗോവന്ന് വന്നത് ഒരു ഫ്രീക്ക് വേണ്ടാണല്ലോ പക്ഷെ അത് തോന്നിയില്ല. അല്ല, പക്ഷെ അത് സിനിമയിൽ വന്നപ്പോ ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മളിങ്ങനെ അത് പറഞ്ഞിങ്ങനെ ഞങ്ങൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഇതിപ്പം ഏലിയൻ ആയിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് കാണുമ്പോഴാണ് നമുക്കും അയ്യോ അങ്ങനെയല്ല, ഭയങ്കര എനിക്ക് തന്നെ ഇല്ല, അത് എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോ അങ്ങനെ ഒരു ഫ്രീക്വന്റായിട്ടോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അത് ആ ഒരു കഥയിൽ അത് ഭയങ്കര ബ്ലെൻഡിങ് ആയി പോകുന്നുണ്ട്. അല്ല, പക്ഷെ ചന്തു ഇപ്പൊ അനാർക്കലി പറഞ്ഞപ്പോ തന്നെ അതിനെ വിളിക്കുന്നത് മോക്യുമെന്ററി എന്നല്ലേ? ഇത്
എനിക്കാണ് 2008-ലോ 2009-ലോ എന്തോ ഒരു ദ പ്രസിഡന്റ് ഇസ് കമ്മിങ് എന്ന് പറഞ്ഞൊരു സിനിമ ഹിന്ദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദി അല്ല, ഇംഗ്ലീഷ് ഹിന്ദി. അതൊരു മോക്യുമെന്ററി ആയിരുന്നു. അത് വന്നപ്പോൾ എനിക്കാണ് ആക്കൂടെ ഒരു 16 സ്ക്രീൻ അങ്ങനെ എന്തായിരുന്നു, ഓൾ ഇന്ത്യ. പക്ഷെ തിയേറ്ററിൽ അടിപൊളി ഫിലിമാണ്. പക്ഷെ ആർക്കും ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഇത്, സീരിയസ് ആണോ, ശരിക്കും ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോൾ ഉണ്ടായ ഒരു ഡോക്യുമെന്ററി ആണോ, മനസ്സിലാവുന്ന പോലും ഉണ്ടായിരുന്നില്ല കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പോൾ ഈ വെറൈറ്റി എന്ന് പറഞ്ഞാലോ മോക്യുമെന്ററി എന്ന് പറഞ്ഞാലോ അതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അത് എന്തുകൊണ്ടായിരിക്കും ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഓഫീസ് കുറെ പേര് ഡിസ്കവർ ചെയ്ത കോവിഡിന്റെ സമയത്താണ്, പാർക്സ് ആൻഡ് റെക്രിയേഷൻ എനിക്ക് വേണം ഡിസ്കവർ ചെയ്ത കോവിഡിന്റെ സമയത്ത്, അതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഫണ്ടമെന്റലി എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവും, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പോസ്റ്റ് കോവിഡ് പീരീഡിന് ശേഷമുള്ള ഈ ഫിലിം ആൾക്കാർ കാണാൻ തുടങ്ങിയത് ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനിത് എനിക്ക് 2019 ഞാൻ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ മൊബൈലിന്റെ പുറകിൽ ഈ ഡെൻഡർ മൊഫ്ലിൻ ഞാൻ പേപ്പർ കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ക്രീൻ, എൻ്റെ മൊബൈലിന്റെ കവർ അതായിരുന്നു. അപ്പൊ അത് ആൾക്കാർക്ക് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡ് ഒക്കെ ആയ സമയത്ത് പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഇത് കാണുന്ന സമയത്ത് ഓഫീസ് കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതും ഞങ്ങൾ താമസിച്ചിരുന്നത് ഷോൺവില്ലെ മമ്മൂക്കയുടെ വീടിന്റെ അടുത്തുള്ള അമ്പേലിപ്പഴം റോഡിലാണ്. അപ്പൊ അവിടെ താഴെ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് പിള്ളേർക്ക് അസംബിൾ ആവും ചായക്കടയിൽ. അപ്പൊ ഞങ്ങൾ അതിന് മുകളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ രാവിലെ ചായ കുടിക്കാൻ താഴെ വരുമ്പോൾ പിള്ളേർ ഓൾറെഡി ജെൻസി ബോയ്സ് ഉണ്ടാവും അവിടെ. അപ്പൊ അവരൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി പിള്ളേർക്ക് കണക്ഷൻ ഉണ്ട്. പിള്ളേർ കുറച്ചുകൂടെ ഓഫീസ് അങ്ങനത്തെ പുതിയ പരിപാടികൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അവർക്ക് അതൊരു ലൈറ്റർ മീഡിയം കൂടിയാണ്. ഭയങ്കര സ്ട്രെസ് ഇല്ലാതെ കാണാൻ പറ്റുന്ന, ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നാണ് നമ്മൾ റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു മീഡിയം ആണെന്ന് തോന്നുന്നു മോക്യുമെന്ററി. ഇപ്പം എനിക്ക് പേഴ്സണലി ഇപ്പൊ സെലീഗ് പോലെ എനിക്കൊന്ന് 60s 70s ഒടിയലിനൊക്കെ ശരിക്കും പറഞ്ഞ മോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ടും വർക്കായത് വാട്ട് വി ഡു ഇൻ ദി ഷാഡോസിന്റെ ഫീച്ചർ ഫിലിമാണ്. എന്റെ ഫ്രണ്ട് പറഞ്ഞത് അത് റിമൈൻഡ് ചെയ്തു എന്നാണ് ചില ഷോട്ട്സ് ഒക്കെ. അത് വാമ്പയർസ് അല്ലേ? അതെ, വാമ്പയർസ് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്. പക്ഷെ അത് ഞാൻ എന്റെ ഫോർ ഫേവറേറ്റ് മൂവി ലിസ്റ്റിലുള്ള പടം. അത് ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുക്കുന്ന സിനിമയുടെ, ബിക്കോസ് ആസ്പെക്ട് റേഷ്യോ ഒക്കെ ഇങ്ങനെ ആയിരിക്കും. ഇതൊരു പക്ക ഫീച്ചർ ഫിലിം ആയിട്ട് തോന്നിക്കില്ല ചിലപ്പോൾ. അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, എന്താണ് നമ്മളിപ്പോൾ ഭാഗമായിരിക്കുന്നതെന്ന് അറിയാനുള്ളൊരു വിഷ്വൽ റെഫറൻസ് തരാൻ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം തോന്നിയാണ്. കാരണം ഇത് ഓഫീസ് പോലത്തെ അല്ല, എക്സാക്ട്ലി റെഫറൻസ് ഇത് തന്നെയല്ലേ. അത് കാണുമ്പോൾ എനിക്കത് ഇഷ്ടമായി. അപ്പൊ അത് ആക്ച്വലി കണ്ടപ്പോഴാണ് നമുക്ക് ബിഫോർ ഷൂട്ട്. പിന്നെ ഷൂട്ടിന്റെ സമയത്ത് നമുക്കിത് കട്ട്സ് പലതാണല്ലോ. മേളിൽ എടുക്കുന്ന ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കില്ല അടുത്ത സീൻ. അതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു? മോക്യുമെന്ററി എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ തന്നെ മനസ്സിലായത് ഇതുപോലെ ഇരിക്കുന്നു, ഇതായിരിക്കും അതിന്റെ ഒരു ടെക്സ്ചർ. ഒന്നാമത് വളരെ നല്ലതായിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ചന്തു. അപ്പോൾ ഈവൻ സായാഹ്ന വാർത്തകൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മൊത്ത സാധനം മനസ്സിലാക്കിയിട്ട് തന്നെ അതിൽ വർക്ക് ചെയ്യാനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് വിശാലമായ ചിന്ത ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ലതായിട്ട് റിലേറ്റ് ആവുന്നുണ്ട്. പിന്നെ എപ്പോഴും സിനിമയിലാണല്ലോ നമ്മൾ ഇതുവരെ മനുഷ്യൻ ജീവിതത്തിലോ ഒന്നും കാണാത്ത സാധനങ്ങൾ ആദ്യമായിട്ട് മനുഷ്യൻ കണ്ടു തുടങ്ങുന്ന സിനിമയിൽ ആണല്ലോ. ഇപ്പോൾ ഡൈനോസോർസ് ആയാലും നമ്മുടെ മാർവലിലെ അങ്ങനത്തെ കൈൻഡ് സൂപ്പർ ഹീറോസ് ആയാലും DC-യിലെ അങ്ങനത്തെ ഹീറോസ് ആയാലും എനിക്കൊന്ന് ആദ്യമായിട്ടൊരു ഹ്യൂമൻ അപ്പിയറൻസ് ഉള്ളൊരു ഏലിയൻ നമുക്ക് പരിചയമുള്ളത് സൂപ്പർമാൻ. അതായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അനാർക്കലിയുടെ ക്യാരക്ടർ ഇതിലൊരു ഹ്യൂമനോയിഡ് തന്നെയാണ്. ഏലിയൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും പക്ഷെ ഏർത്തിലുള്ള ഹ്യൂമൻസിന് പരിചയമില്ലാത്ത ഒരു തരം ഏലിയനാണ്. ഇപ്പോൾ ഗണേശ് സാറിന്റെ ക്യാരക്ടർ അതിൽ പറയുന്നുണ്ട്, ആളാദ്യം ഹണ്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഏലിയൻസ് എല്ലാം വികൃത രൂപമുള്ള ഭയങ്കര സൈസ് കൊണ്ടും അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഏലിയൻസ് ആണ്. പക്ഷെ അനാർക്കലിയുടെ ക്യാരക്ടർ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ സ്വീകരിച്ചത്. അപ്പം അത് അനാർക്കലിയുടെ ക്യാരക്ടറിന്റെ സ്പീഷീസ് അവരുടെ ഇമോഷനാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഹ്യൂമൻസ് എൻകൗണ്ടർ ചെയ്യേണ്ടി വന്ന ഏലിയൻസ് വേറൊരു സ്പീഷീസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാം പേഴ്സണൽ അല്ലേ അത്. അപ്പോൾ എർത്തിലെ ഹ്യൂമൻസിന് അനാർക്കലിയുടെ ഇമോഷൻസ് പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അതുവരെയും അവര് ആക്രമകാരികളല്ല എന്നുള്ളത് ഹ്യൂമൻസിനും വ്യക്തതയില്ല. ഇതേപോലെ തന്നെ ഉണ്ടാവും ഞങ്ങളുടെ കോൺവെർസേഷനൊക്കെ ഇടയ്ക്ക്. അതായത് ഞങ്ങൾ കുറച്ച് കോൺസ്പിറസി തിയറീസ് അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്ന കുറച്ച് യുഎഫോളജി ഒക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഡിസ്കഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഒരു കഥ പോയി ഒരാളുടെ അടുക്കൽ പോയി പിച്ച് ചെയ്യുമ്പം അയാളുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഞാൻ ഗോവിന്ദക്ക് പോയിട്ടില്ല.
ഒരു ഐഡിയ വെറുതെ, ഒരു ചുമ്മാ എനിക്ക് റാൻഡമായിട്ട് അങ്ങനെ ത്രോ ചെയ്യാൻ പറ്റും, തിരിച്ച് എക്സ്ചേഞ്ചസ് വരും. അങ്ങനത്തെ ഒരു ഐഡിയ പറയാമോ? ഒരിക്കലും സിനിമയായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നറിയാം, പക്ഷെ അടിപൊളി ഐഡിയ ആയിട്ട് തോന്നി എന്തെങ്കിലും ഒരു വൺ ലൈൻ ഓർമ്മയുണ്ടോ? എന്നോട് പറഞ്ഞ വേറൊന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭക്ഷണം കഴിക്കുമ്പം ഒരു പ്രേതത്തെ കാണാൻ പറ്റും. ആ ഭക്ഷണം കഴിച്ചാൽ ഓ ട്രിപ്പി, അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം അത് കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോകും. വീണ്ടും ആ ഭക്ഷണം തന്നെ കഴിക്കണം. അത് തന്നെ കിട്ടിയ നല്ല രസമുള്ളൊരു കഥയാണ്. എനിക്ക് ഈ വട്ടം ഇഷ്ടമായതുകൊണ്ട് ഈവൻ സയൻസ് ഫിക്ഷൻ എനിക്ക് പിന്നെ കണക്ട് ആവുന്നില്ല. ഞാൻ അങ്ങനെ സിനിമകൾ അത് കാണും. മോർ ലൈക്ക് ഒരു ടൈറ്റിൽ ഡസ് ഗ്യാങ്സ്റ്റർ ഇൻ മുത്തുസ്വാമി എന്നായിരുന്നു അതിന്റെ പേര്. തമിഴിലായിരുന്നു വരുന്നത്. ഒരു ഗ്യാങ്സ്റ്റർ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പം പുള്ളി ഒരു സ്വാമി പോലത്തെ ഒരാളത്തിൽ. പക്ഷേ ഓൺലി തിങ് ഈസ് ദഹിച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി പോകും പാഞ്ഞു. അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട. ഉർവശി ചേച്ചി ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ആ ഗോസ്റ്റ് ആയിട്ട് അല്ല, അതിലൊരു ഇമ്പോർട്ടന്റ് നെഗറ്റീവ് ക്യാരക്ടർ അത് ഉർവശി മാഡത്തിനോട് പറയുക എന്നുള്ളതാണ് ആഗ്രഹം. അനാർക്കലിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാണ്? ജസ്റ്റ് കേട്ട് വിടുവാണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ മൊത്തം ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ എന്താണെന്ന് പറയാം. പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോണ്ടിരിക്കും. ചന്തുവിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഗൂഗിളിന്റെ അടുത്താണെങ്കിലും ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഓ മറ്റേ ഡ്രാഗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ ഡ്രാഗൺസിനൊക്കെ പറ്റി ഭയങ്കര ഇഷ്ടമുള്ള, ഡ്രാഗൺസിന്റെ ഒക്കെ ഇഷ്ടം. എനിക്കിതില്ല അതിനെ റെക്സിയെ പിടിക്കുമ്പം എനിക്കറിയില്ലായിരുന്നു. ഒരു റിവ്യൂ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതൊക്കെ റെഫറൻസുകളാണല്ലേ. റെക്സി എന്താണ് ഇത്? ടീറക്സ്. ആ എനിക്കറിയില്ല. പേരിട്ടേ അല്ല, അതെ, ആ പ്രോപ്പർട്ടിക്ക് ഒരു അർത്ഥവും ഒരു അല്ല, പേര് ബേസിക്കലി റെക്സി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടീറക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. പ്ലസ് നമ്മൾ ഇതിന്റെ ഒരു ലോങ്ങർ എക്സ്പാൻഷൻ ഒക്കെ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റെക്സി ലൈവ് ആക്ഷനിൽ വരുന്നുണ്ട് അടുത്തൊരു നമ്മുടെ എന്നുവെച്ചാൽ ഗഗനചാരിയുടെ ആ യൂണിവേഴ്സിൽ റെക്സി ഒരു ടോയ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതില് യൂണിവേഴ്സിൽ ഒരു ഡിമെൻഷനിൽ ഒറിജിനൽ റെക്സിക്ക് എക്സിസ്റ്റ് ചെയ്യാം. ഇപ്പൊ എന്റെ കൂടെ അതിന്റെ നഖമൊക്കെ വെട്ടണ്ടേന്ന് ചോദിക്കുമ്പോ ഞാൻ ഈ ഡയലോഗ് പറയുമ്പോ എനിക്ക് എന്താണ് നഖം വെട്ടണ്ട്, നഖം വളർന്നു കണ്ടോ? അപ്പൊ ഇതൊക്കെ പറയിപ്പിക്കുമ്പം ഞാൻ ലോജിക്ക് ചിന്തിക്കുമ്പം എന്തിനാട്ടെ. അല്ല, പക്ഷെ ചേട്ടാ ഈ ഇത് മോക്യുമെന്ററി ആയതുകൊണ്ട് ഈ പീസ് ടു ക്യാമറ ഒക്കെ ചെയ്യുമ്പോൾ ആസ് കോമഡി ഒരു എക്സ്ട്രാ ഒരു എലമെന്റ് ഇല്ലേ? ഒരു നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ വേറൊരു സിനിമയില്. പക്ഷെ ഇതിന് തൊട്ട് മുമ്പ് ഈ സീനിൽ ഈ ഷോർട്ട് ഓഫ് മോക്യുമെന്ററി യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ മോക്യുമെന്ററി ആയിരുന്നു സത്യം പറഞ്ഞ ഷോർട്ട്സ് ആയിരുന്നു എനിക്ക് ഈസി. ഓക്കെ, ഡയലോഗ് പറയുക സിമ്പിൾ, അത് എത്ര ടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് ആ ഗൂഗിളിലോ ഞാനോ ഗണേഷ് ചേട്ടനോ പറയുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എഡിറ്റ് പോയിന്റ്സ് എനിക്ക് തോന്നുന്നു ഞാനൊരു സ്റ്റിഫ്ലറിന്റെ അമേരിക്കൻ ബൈ സ്റ്റിഫ്ലറിന്റെ ഒരു ക്യാരക്ടർ റെഫറൻസ് അജുവിന് കൊടുത്തിരുന്നത്. സ്റ്റിഫ്ലറിനെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്. അപ്പൊ അതിന്റെ പേരിൽ ഒന്ന് മെലിവിച്ച് നോക്കുക. അത് പറഞ്ഞിട്ടാ സ്റ്റിഫ്ലർ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് എന്നാ പിന്നെ അതുപോലെ ആവാം എന്നൊക്കെ പറഞ്ഞിട്ടാ മെലിഞ്ഞൊക്കെ. അപ്പോൾ ആ രീതിയിൽ ബൈറ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ആകെപ്പാടെ ഒരു മേജർ റിമാർക്ക് പറഞ്ഞൊരു സീനും ഈ പണ്ട് ഫ്രഞ്ചേഴ്സ് അടിക്കാൻ ഫ്രാൻസിൽ പോകണമെന്ന് ചോദിച്ച് പയ്യന പറഞ്ഞൊരു ഡയലോഗ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റിഫ്ലറിന്റെ കൂടെയുള്ള ആള് ഫൈനലി സെറ്റായി. അപ്പൊ സ്റ്റിഫ്ലറിന് ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ, ആ അഭിമാനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കഴിയുമ്പം തുടയ്ക്കാൻ തരുന്ന തുണി അത് സെറ്റ് കിട്ടിയത് അതേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ചിരി വന്നു. കാര്യം തുറന്നിട്ട് തുണി ഇത്രയായി. സോ അങ്ങനെ കുറച്ച് റിമാർക്കുകൾ ഈ വൺസ് ക്യാരക്ടർ അജുവേന്റെ ഒരു സേഫ് സോൺ ആണല്ലോ ബേസിക്കലി ഇങ്ങനത്തെ സ്ഥിരം. ഇത് ചെയ്യുമ്പോൾ ഒട്ടും സേഫ് അല്ലായിരുന്നു ഞാൻ. ആണോ? സേഫ് അല്ലായിരുന്നു, വളരെ അൺസേഫ് ആയിരുന്നു. അല്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഓഫ്കോഴ്സ് അല്ലേ കുറേയും കൂടെ മോക്യുമെന്ററീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത്രയും പെർട്ടിക്കുലർലി ഷോക്കിംഗ് ഒന്നുമല്ല ഇതിൻ്റെ ഒരു കോമഡി പാറ്റേണും ഇതിൻ്റെ ഒരു ഫോമാറ്റും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായ അത്രയും തന്നെ അടിപൊളിയായിട്ട് ഗണേഷ് സാറിന് അത് മനസ്സിലാവാനും അതിൻ്റെ ഒരു പിച്ച് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു കാരണം ആ പീസ് ടു ക്യാമറ ചെയ്യുമ്പോൾ ദാറ്റ്സ് വെൻ യു ആർ നോട്ടീസിങ് ഹൗ ദേ ലാക്ക് സെൽഫ് അവയർനെസ്. അതല്ല അതിൻ്റെ ഒരു ഹ്യൂമർ അല്ലേ? How is he getting that aspect of that comedy so well? ബിക്കോസ് നമ്മളെക്കാളൊക്കെ മുമ്പ് ഈ പോപ്പുലർ കൾച്ചറിന്റെ ഒരു ഹ്യൂജ് പൻഡറ ബോക്സ് ആണ് ഗണേഷ് സാർ. അത് എത്ര അണ്ടർ റേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അത് സ്റ്റിൽ അണ്ടർ റേറ്റഡ് ആണ് പുള്ളി ആ കാര്യത്തിൽ. കാരണം വേൾഡ് സിനിമയോടുള്ള ഒരു നോളേജ്, ആ സ്പെക്ട്രം ഭയങ്കര വലുതാണ്. അതൊരു പുള്ളി സംസാരിക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു നോളജ് ലെവൽ എന്ന് പറയുന്നത് ഒരു ആസ് എ ടെക്നീഷ്യൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ പേരിലുള്ള അതിൻ്റെ വേറൊരു ഡിറ്റാച്ച്മെന്റ് പ്ലസ് ഈ ടെക്നോളജി ഗാഡ്ജറ്റ്സ് ഒക്കെ അറിയാനുള്ളൊരു കമ്പൗണ്ടല്ലോ. അത് നമ്മളിപ്പം
എഗിൻ സൂപ്പർ സ്റ്റാർ മമ്മൂക്കയായിട്ടൊക്കെ നമ്മൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ പുള്ളി ആ കാര്യത്തിൽ ഭയങ്കര അണ്ടർ റേറ്റഡാണ്. ബിക്കോസ് എന്തെങ്കിലും നമ്മളൊരു ഇപ്പം എന്നെ സെറ്റിൽ എപ്പോഴും കളിയാക്കുമായിരുന്നു, ഞാൻ ഈ 4K 3K അല്ലെങ്കിൽ എന്തെങ്കിലും റെസൊല്യൂഷൻ അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ പുള്ളി എന്തോ മനസ്സിലാവാത്ത സാധനം എന്ന് പറയുന്നത് വെച്ചിട്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി പുള്ളി അതിൽ കൂടെ അതും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയുന്നതോടെ പുള്ളിക്ക് അത് മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മോക്യുമെന്ററി എന്ന് പറഞ്ഞ സാധനം ആദ്യം, അതായത് സാജൻ ബേക്കറിക്കകത്തും ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്ത് ക്യാരക്ടർ സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സാർ അത് നോട്ടീസ് ആയിട്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്ലീ ബാഗിനെ പറ്റിയിട്ടൊക്കെ സാറിനോട്, സാർ ഫ്ലീ ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ കാണിച്ചു സാർ ഇങ്ങനെ. അപ്പം അടുത്ത തവണ നമ്മളത് റിമാർക്ക് ചെയ്യുമ്പോൾ ഹീസ് ഓൾറെഡി അവെയർ. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ രീതിയിൽ ഭയങ്കരമായിട്ട് ഈ മീഡിയത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. സിനിമ എന്ന് പറയുന്നത് പുള്ളി എനിക്ക് തോന്നുന്നു ഒരു മെയിൻ ഫ്രെയിം, രാഷ്ട്രീയം എന്നുള്ളൊരു മെയിൻ ഫ്രെയിമിന് അപ്പുറത്തേക്ക് ഇദ്ദേഹം ഇതൊക്കെ കുറെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഇരകളിൽ ഡെബ്യൂ ചെയ്ത ആളാണ്. അതെ, മലയാളത്തിന്റെ ടാക്സി ഡ്രൈവർ എന്നാണ് ഞാൻ ഇരകളെ കരുതുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഒരു മേജർ ഒരു ബ്രേക്ക് ത്രൂ ഡെബ്യൂ ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ എനിക്കതിനകത്ത് ഒരു ബാറ്ററി ഏജിൽ ഒരു ഐസ് എഞ്ചിൻ ഓടിക്കാനായിട്ട് ഒരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റിനെ എനിക്ക് വേറെ ആലോചിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഹ്യൂജ് ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ്. നമ്മളൊരു ഒരു മോഡലിൻ്റെ കാര്യം പറയുമ്പോൾ പുള്ളി അത് ട്രേസ് ബാക്ക് ചെയ്ത് പുള്ളി പഴയ കാര്യങ്ങളൊക്കെ പറയാം, ആദ്യമായില്ല വണ്ടി കണ്ടിരുന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയും. സീൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. സീനിൻ്റെ ആ ഒരു ജോക്ക് വന്നപ്പോൾ ചിരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടുള്ള സീനിലും ഇതേ ലാഫ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സീനിൽ എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ദാറ്റ് സീൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ സ്റ്റെപ്സിലിരിക്കുമ്പോൾ കൈ എടുത്തിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പറയില്ലേ, തലോടാൻ പറയില്ലേ, അത് ആ സീൻ actually it's a very melodramatic scene. On paper it's a very very melodramatic scene and you are going through something very very bad. പക്ഷെ ആ കൈ എടുത്ത് ഇതിങ്ങനെ ചെയ്യാൻ പറയുന്ന സീനിലാണ്, ആ ഒരു പോയിന്റിലാണ് അത് സീൻ ഒരു കോമഡി ആവുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ ദാറ്റ്? കാരണം അത് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കോമഡി വർക്ക് ആവണമെന്നില്ല, ചിലപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ വന്ന ഒരു ഐഡിയ ആയിരിക്കും. എന്തായിരുന്നു അത് വർക്ക് ആക്കാനുള്ള ഒരു റീസൺ? ഞാൻ അരുൺ ചേട്ടൻ പറഞ്ഞിട്ടാണോ അതോ ഞങ്ങളുടെ കോൺവെർസേഷൻസ് വളരെ വലുതായതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അലൻ്റെ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ ഗണേഷ് സാറിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഉള്ള ഈ 2024 നമ്മളൊക്കെയാണ് ഗണേഷ് സാറിൻ്റെ വിക്ടർ എന്ന് പറഞ്ഞിട്ട് 2043 നമ്മൾ കാണുന്ന ആൾ. ഇപ്പോൾ ഒരു അപ്പോക്കലിപ്സിൻ്റെ പശ്ചാത്തലത്തിൽ ജനിച്ച ആളോ അല്ലെങ്കിൽ ഹ്യൂമൻ പോപ്പുലേഷൻ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റായിട്ട് ടെസ്റ്റ് ട്യൂബ് ബേബീസിനെ ഉണ്ടാക്കിയതിലൊരു ബേബിയാണോ അലൻ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അലൻ്റെ ഇമോഷൻസ് കൂടുതൽ വരുന്നത് അലൻ കേട്ടോ കണ്ടോ അറിഞ്ഞ സിനിമകൾ കണ്ട് അതിൽ നിന്നൊരു സിനിഫൈലായി ആ സിനിമകളിൽ നിന്ന് അലന് മനസ്സിലാവുന്ന ഇമോഷൻസ് ആണ് അലൻ പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അലനൊരു ഏലിയൻ ആണോ? ഞങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഒരു TVB ടെക്നോളജിക്കൽ വെർജിൻ ബർത്ത് ആയിരിക്കാം മേ ബി എന്നൊക്കെയുള്ള രീതിയിലൊരു. അപ്പം അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മൾ വേണ്ട സ്നേഹം വാങ്ങിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയില്ലേ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫെസ്റ്റിവൽ കട്ടിനകത്ത് അതിൻ്റെ ആ മാൻഡസിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്ക് അടുത്ത ഷോട്ടിൽ വേറൊരു സാറോട് ചോദിക്കുന്നുണ്ട്, ഒരു കൾട്ട് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഫൈനൽ ട്രിമ്മിൽ അത് ഏറ്റവും ട്രിമ്മിൽ അത് കളഞ്ഞതാണ്. അല്ല കൈ തിരുമ്മിന് ശേഷം മറ്റേ തുപ്പലെന്ന് ചോദിക്കുന്നില്ലേ മറ്റേ. പിന്നെ പുള്ളി അടുത്തൊന്ന് പിന്നെ കരയുന്നുണ്ട്. കരഞ്ഞിടയ്ക്ക് പുള്ളി മറ്റേ കോൺഷ്യസ് ആയിട്ട് പുള്ളിക്കാരോട് ചോദിക്കുന്നുണ്ട് തുപ്പലായോ തുടക്കുന്ന സീനൊക്കെയാണ്. അതിടായിരുന്നു. ഓ അത് അതിന്റെ കൂടെ സുഖമായിട്ട് പോയത്. വിഷമത്തോടെ ഏലിയമ്മ ചെറുതായിട്ട് ഇങ്ങനെ അലന്റെ തല ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, പുള്ളിക്ക് അത് ഉണരുന്ന ആ ചിന്ത, ഓ ഇത് എന്റെ തലയൊന്ന് തലോടി എനിക്ക് ആ സുഖം എന്റെ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നോ, എനിക്ക് അതൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഹ്യൂമറോ അതില് ഉള്ള ഹ്യൂമർ ഓഡിയൻസിനുള്ളതും അതിന്റെ ഉള്ളിലുള്ള ഇമോഷൻസ് ആ ക്യാരക്ടറിനുള്ളതും അങ്ങനെയാണ് ഞാൻ അതിനെ. എനിക്കൊന്ന് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വൈകിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഞാൻ റീറൈറ്റ് ചെയ്യുമ്പോഴാണ് ഡയലോഗ് ആഡ് ചെയ്യുന്നത്. ഈ മെയിൻ പഞ്ച് പ്ലസ് രണ്ടും കൈവച്ചിക്കുന്നതോടെ തൊട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും എന്നുള്ള സാധനം. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഞങ്ങളത് ക്യാമറ ആക്ച്വലി റോപ്പിലായിരുന്നു. റോപ്പിലിങ്ങനെ ഞങ്ങൾ കറക്കിയിട്ട് മുകളിൽ നിന്ന് സ്റ്റെയർ കേസിൽ നിന്ന് ഇങ്ങനെ പതുക്കെ താഴേക്ക് ഇറക്കിയൊക്കെയായിരുന്നു. എന്നിട്ട് അതിന് പതുക്കെ അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ തിരിയുന്ന സമയത്ത് അത് എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ എക്സിക്യൂഷൻ കാരണം ആദ്യത്തെ 2 ഷോട്ടിൽ ഷെയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആദ്യത്തെ 2 ഷെയ്ക്കിലായിരുന്നു കിട്ടിലും പെർഫോമൻസ് ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ അതാ റിട്ടേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ അവസാനം 3-4 ടേക്കിൽ എത്തിയപ്പോഴത്തേക്ക് ഇത് ആ ചെയ്യുന്നതിൻ്റെ അകത്ത് ഫൺ നഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് ടൈം ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കുറേ ചിരിച്ചു. അത് ഞങ്ങൾക്ക് സെറ്റിൽ തന്നെ ഭയങ്കര രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അതന്നെ. അതെ അതെ. ഓക്കെ. ഇത് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ
എനിക്കാണ് അരുണും പറഞ്ഞു തോന്നുന്നു, ഒന്ന് രണ്ട് മറ്റേ ഗോകുലാണ് എൻ്റെ ജെൻസി റെഫറൻസ് അങ്ങനെ പറഞ്ഞ പോലെ ഔചേട്ടൻ എപ്പോഴെങ്കിലും എന്താ അടുത്ത ജനറേഷനാണ് ഇനിയിപ്പോൾ നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഇത് ഇപ്പോൾ എസ്പെഷ്യലി ഗഗനചാരിയൊക്കെ പറയുമ്പോൾ ആവേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലാണ്ട് അതിനെക്കാട്ടും കൂടുതൽ എംബ്രേസ് ചെയ്തേക്കണ ഇപ്പോഴത്തെ ഒരു 19-year-olds 20-year-olds. അപ്പോൾ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആസ് എൻ ആക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ ഇയാൾക്ക് അവിടെ എത്തും, എനിക്ക് ഉറപ്പാ. ഞാൻ അത് ഇയാളുടെ എന്താ പറയുക, ഇയാൾ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ ആണെങ്കിലും വായനയുടെ ആണെങ്കിലും ഏതൊക്കെ സോഴ്സസിലൂടെ ആണെങ്കിലും പുള്ളി സ്വയം ഇൻട്രോവേർട്ട് എന്ന് വിളിച്ചിട്ടിരുന്നു. പുള്ളിയുടെ ബാക്കി സമയമൊക്കെ പുള്ളി ഈ അപ്ഡേഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും ഇപ്പം ഞാൻ മാത്രമല്ല, ധ്യാനും ഒക്കെ കണക്ട് ആവുന്ന പലരും അരുൺ ചന്തുവിനെ വെച്ചിട്ടാണ് നമ്മളുടെ ഒരു ബെഞ്ച് മാർക്ക് ഒന്ന് നമ്മളെന്താ പറയുക കാലിബ്രേറ്റ് ചെയ്യും. അത് ചേട്ടൻ ഇപ്പൊ നമ്മൾ ചെന്നൈയിലല്ലേ സംസാരിക്കണേ, ചെന്നൈയിൽ ഇരിക്കുമ്പോൾ ആ സമയത്തുള്ള ആ ഒരു സിനിഫീൽ എന്താ എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത്? അല്ലെങ്കിൽ പതുക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ആയതാണോ? ഇല്ല, ആ സമയത്ത് ആഗ്രഹം തുടങ്ങിയത് കോളേജിൽ പഠിക്കുന്നത്. പ്രോപ്പർ ടോറൻസ്, ഹാർഡ് ഡിസ്ക്, DVDs ഹാർഡ് ഡിസ്ക് ആൻഡ് DVDs. അപ്പൊ എന്തായിരുന്നു ആ ഒരു ഫേസ്? ആ ഒരു കണ്ട സിനിമകളൊക്കെ ഏതൊക്കെയായിരുന്നു? ഞാൻ മലയാളവും തമിഴും ഇന്ത്യൻ സിനിമയാണ് കൂടുതലും കണ്ടേക്കുന്നത്. പിന്നെ വിദേശ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് സിനിമകൾ പ്രോപ്പറായിട്ട്. അതും ഈ പറഞ്ഞ പോലെ ക്ലാസിക്സ് എന്ന് നമ്മൾ പറയുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പം ഫോറസ്റ്റ് ഗംപ് ആണെങ്കിലും ഷോഷാങ്ക് റിഡംഷനും അങ്ങനെയുള്ള ടൈംലെസ് ക്ലാസിക്കുകളാണ് കൂടുതലും കണ്ടത്. അല്ലാതെ മറ്റ് ഇറാനിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ പറഞ്ഞപ്പോൾ. പക്ഷെ ഇന്ത്യൻ സിനിമകൾ നമുക്ക് തമിഴ് മലയാളം സിനിമകളിൽ ക്ലാസിക്സ് ഉണ്ടല്ലോ, മലയാളത്തിലുണ്ടല്ലോ നമ്മുടെ 80s. അതാണ് എൻ്റെ. അതൊക്കെ അപ്പോഴാണ് കണ്ടത്? ആ സമയത്ത് എൻ്റെ 18-17 ഏജിലാണല്ലോ നമ്മളിതെല്ലാം കാണുന്നത്. പത്മരാജൻ സാറും ഭരതൻ സാറിൻ്റെയും പ്രിയൻ സാറിൻ്റെയും ശ്രീനിവാസൻ സാറിൻ്റെയും ലോഹിദാസ് സാറിൻ്റെയും സിനിമകൾ. അതൊക്കെ ഇങ്ങനെ പ്രോപ്പർ ഇങ്ങനെ ഞാൻ അതിന് വേണ്ടിയതായിട്ട് തന്നെ ഇരുന്ന് കാണാറുണ്ടായിരുന്നു. ഇവിടെ ചെന്നൈയിൽ കണ്ട ഏതെങ്കിലും FDFS ഓർമ്മയുണ്ടോ? പിന്നെ വേട്ടയാട് വിളയാടുണ്ട്, ഉദയനാണ് തരമുണ്ട്, വെട്ടമുണ്ട്, സ്വാമിയുണ്ട്, പിന്നെ താണ്ടി നാട്ടിലെ കണ്ട്, ബോയ്സ് ഉണ്ട്. ഓ, എവിടെയാണ്? പ്രാർത്ഥന തിയേറ്ററിൽ, മായാജാലില് വേട്ടയാട് വിളയാട്. അതുകൊണ്ട് പിന്നെ കോളേജിലുള്ളതുകൊണ്ട് സിനിമ ഹ്യൂജ് റെസ്പോൺസ് ഉണ്ട്. ഞാൻ മായാജാലില്ല കണ്ടത്. സ്വാമിയായിരുന്നു നെക്സ്റ്റ് ലെവൽ റെസ്പോൺസ്. കാര്യം അത് എൻ്റെ ഒരു സാധാ തിയേറ്ററിലാണ് കണ്ട അന്നത്തെ. തിരുവനന്തപുരത്തിലുള്ള ത്യാഗരാജ അല്ലേ? അത് ഹ്യൂജ് ആയിരുന്നു. 1 ചാമി 2 ചാമി 3 ചാമി 4 ചാമി 5 ചാമി 6 ചാമി കൊണ്ട് ഇഡലി അവിടെ നിന്നല്ലേ അതിപ്പോ പറയുന്നത്. മുകളിൽ ചാടി ആ സമയത്ത് വിക്രമും അല്ലേ ലുക്കും. അപ്പൊ അത് നല്ല ഓർമ്മകളാണ്. അന്നാണല്ലോ നമുക്ക് ആ ഇഷ്ടം തുടങ്ങുന്നേ ഇതിലോട്ട് വർക്ക് ചെയ്യണം. അതെ, പക്ഷെ ചന്തു ഇതിപ്പോ അതിൽ തന്നെ ഒരു അടിപൊളി പഞ്ച് ലൈൻ, ഉള്ളില് ചന്ത കണ്ടോണ്ടിരിക്കുകയാണ്. എന്താണ് കോമഡി ചന്തയാണ്. പക്ഷെ ഇപ്പത്തെ പിള്ളേർക്ക് ഇത്രയും വർക്കായ ഒരു സിനിമയിൽ അങ്ങനത്തെ റെഫറൻസസ് ഒക്കെ അവർക്ക് മനസ്സിലാവുന്നൊരു ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെയൊക്കെ ജോക്സ് കുറേം കൂടെ പോപ്പ് കൾച്ചറൽ ജോക്സ് ആണെങ്കിലും കുറേ കൂടെ 80s ജോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏർലി 90s ജോക്സ് ആയിരിക്കും. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പോപ്പ് കൾച്ചർ റെഫറൻസസ് വരുമ്പോൾ 2000s ജോക്സ് ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ലോജിക് ഉണ്ടോ? അതിലും എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊരു സിനിഫൈൽ ആകുന്നത് തന്നെ ഞാൻ മുമ്പിൽ കണ്ടിട്ടുള്ള കൂളർ കിഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ ചേട്ടന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ സജസ്റ്റ് ചെയ്യുന്ന ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ 80s ഫിലിംസ് ഒക്കെ കൂടുതലും, അത് നല്ല ഫിലിംസ് ആണെങ്കിലും അല്ലാതെ ചില ഇപ്പോൾ ഗൂഫി ആയിട്ടുള്ള ഫിലിംസ് ഒക്കെ ആണെങ്കിലും അവർ റെഫർ ചെയ്യുന്ന, അല്ലെ നമ്മൾ കൂളറായിട്ട് കാണുന്ന നമ്മുടെ ചേട്ടന്മാർ ആണ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു അതൊക്കെ? ഈ സീസൺ ഒക്കെ എനിക്ക് അങ്ങനെയായിരുന്നു. അതെ, എനിക്കും അങ്ങനെയാണ്. എനിക്ക് നമ്മളുടെ വേനൽ കിനാവുകളൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഫിലിമാണ്. വേനൽ കിനാവുകൾ അതിന് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ജെയിംസ് ബോണ്ട് സീക്വൻസ് വെച്ചിട്ടാണ് സുധീഷ് ഏട്ടൻ വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത്. എനിക്കൊന്ന് ബോയ്സിന്റെ ഒരു കൾട്ട് റെഫറൻസ് ആണെന്ന് തോന്നുന്നു വേനൽ കിനാവുകളൊക്കെ. കണ്ടിട്ടില്ല. അങ്ങനെ കുറെ മൂവീസ് ഉണ്ട്. ബട്ട് എഗെയിൻ ഞാൻ കൊച്ചിലെ തൊട്ട് തന്നെ കുറേ മൂവീസ് കാണാറുണ്ടായിരുന്നു. എനിക്ക് കുറേ VHS കളക്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചേട്ടന്മാരുടെയൊക്കെ അങ്ങനത്തെ സജഷൻസ് കിട്ടി നമ്മൾ അടുത്തൊരു ജനറേഷനിലേക്ക് നമ്മളത് പാസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ താഴെയുള്ള കസിൻസ് ഒക്കെ ഉള്ളപ്പം അവരിങ്ങനെ ചോദിക്കാറുണ്ട്, അല്ലെ അവർ പുതിയ മ്യൂസിക്, ഇപ്പം പിങ്ക് ഫ്ലോയിഡ് ഒക്കെ എൻ്റെ കസിൻസ് ഒക്കെ കേൾക്കുന്നത് എൻ്റെ അടുക്കുന്ന ആദ്യം. അപ്പോൾ അവരെന്താ കേട്ടത് അതിനെ എംബ്രേസ് ചെയ്ത് ലേറ്റർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് മേ ബി അത് കിട്ടുന്നത് നമ്മളിൽ നിന്നായിരിക്കില്ല അത് കിട്ടുന്നത്, ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ മൂവി ചെയ്യുന്ന സമയത്താണെങ്കിൽ വാസ്തുകാരുടെ റെഫറൻസ് അല്ലെങ്കിൽ ഈ ചന്ത മാഫി എന്നൊക്കെ പറയുമ്പോഴും ഇത് ഇവർ റീവിസ്റ്റ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഇവരുടെ ഒരു
പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അത് വെച്ചേക്കുന്നത്. പിന്നെ പറയുമ്പോൾ റൈറ്റർ ശിവയും കൂടി പറയണം, അവനും ഇതുപോലെ തന്നെ ഭയങ്കര ഹ്യൂജ് സിനിഫയൽ, ഭയങ്കര ഇഷ്ടമുള്ള കുറേ സിനിമകൾ, നമ്മളിങ്ങനെ ഗൂഫി ആയിട്ടുള്ള കുറേ സിനിമകളും അതിന്റെ പാട്ടുകളും ഒക്കെ സംസാരിക്കാറുണ്ട്. അത് ഞങ്ങൾ ഇടയ്ക്ക് പ്ലേ ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ഉണ്ട്, സ്നേഹപൂർവ്വം എന്നൊക്കെ കറുപ്പുൽ മെറ്റിലെ ഇളയ പെൺകൊടി എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങളുടെ ഇടയ്ക്കത്തെ ബാങ്ങറാണത്. നമ്മുടെ ഭാഗത്തോട്ട് ഡാൻസ് ചെയ്യുന്നൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ ഇടാറുണ്ടല്ലോ സാധനം. അപ്പം അല്ല അത് ഫേമസ് പാട്ട് മറ്റേ പാട്ടില്ലേ, മറ്റേ ഇന്നസെന്റ് മറ്റേ കുട്ടിയാകുമ്പോൾ പാടുന്നത്. പക്ഷെ അതിൽ ബാങ്കർ എന്ന് പറയുന്ന കറുപ്പുൽ മെറ്റിലാണ്. അത് കിട്ടും നോക്കി എനിക്ക് മനസ്സിലായി. സൈനോത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഞാൻ ചുമ്മാ ചെറുതായിട്ട്. ഇതിൽ ഞങ്ങൾ സാമ്പിൾ ചെയ്തിട്ടുണ്ട്, അതിന് ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോലും ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്ന പോർഷൻ ലൈനിന്റെ സാമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിവയ്ക്കും എനിക്കും ബേസിക്കലി ഞങ്ങൾ കണക്ട് അയക്കുന്ന ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നതും ഇങ്ങനത്തെ സോങ്സ് റെഫറൻസുകൾ. അപ്പോൾ അവൻ എന്നെക്കാളും ഒരു 96 ബോൺ ആണ് അവൻ. അപ്പോൾ അടുത്ത വർഷം അപ്പോൾ അവൻ കഴിഞ്ഞിട്ടുള്ള ഈ 2000s ബോൺ പിള്ളേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇങ്ങനത്തെ പിള്ളേരോട് റെഡിറ്റിൽ ഭയങ്കരമായിട്ടും ഇന്ററാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അനോണിമസ് ഐഡന്റിറ്റിയാണ്. പക്ഷേ ഇവരോട് ഒക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾസോ ക്യാച്ചിങ് അപ്പ് ആണ്. ഇവർ കോവിഡിൻ്റെ അവർ ഹ്യൂജ് ആയിട്ടൊരു മേജർ ലീപ്പ് ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട് 90s ഫിലിംസ് ഒക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ച ഒരാൾ തേന്മാവിൻ കുമ്പത്തൊക്കെ കണ്ടേക്കുന്നത് ഈ കോവിഡ് ടൈമിലൊക്കെ കണ്ടേക്കുന്നുണ്ട്. ഇവർ നിർത്തുന്നില്ല, കിട്ടിലും പടം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതേ മനുഷ്യൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അരുൾ അശോകൻ എന്നാണ് തോന്നുന്നു പുള്ളിയുടെ പേര്. നമ്മൾ മൂവി സ്ട്രീറ്റിലും സിനിഫയിലും കിരീടമൊക്കെ കണ്ടിട്ട് ഇപ്പൊ കണ്ടിട്ട് ഒരു രക്ഷയില്ലാത്ത പടം ബ്രോ അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ കാര്യം ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. പറയാൻ നടക്കുന്നത് എനിക്കറിയാം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഞാൻ കഴിഞ്ഞ വർഷം എന്താ കോവിഡ് ടൈമിൽ എന്തോ കണ്ടാണ് ഒരാൾ എഴുതിയേക്കാണ്, രാവണപ്രഭുവാണ് ലാൽ സാറിന്റെ ഏറ്റവും കിട്ടിയ കാര്യം. കുറ്റം പറയാൻ പറ്റില്ല, അയാൾക്ക് ചിലപ്പോൾ ഒരു 20-19 വയസ്സുണ്ടാവുള്ളൂ. 2002 ഇറങ്ങിയൊരു സിനിമയാണ്. അപ്പം അത് എന്ത് ചെയ്യാം, അവര് 80s-ലെയും 90s-ലെയും സിനിമകൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ല അത് നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം ഈ കിരീടം കണ്ട ആൾ തന്നെ കണ്ടിട്ട് എൻ്റെ പൊന്നു മുന്നേ നീ പോയി ചെങ്കോല് കാണണം എന്നൊക്കെ പറഞ്ഞ് താഴെ പോയിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുമ്പം 2 ദിവസം പുള്ളി കണ്ടിട്ട് ചെങ്കോല് കണ്ടിട്ട് റിവ്യൂ ഇടും. കാണണ്ടായിരുന്നു, എൻ്റെ ജീവിതം അടുത്ത്. വിശ്വസിക്കില്ല, ഈ ഗ്രൂപ്പിൽ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ കണ്ടിട്ട് ഇങ്ങനെ കിടിലമാന്ന് വെറുതെ അല്ലേ പറയുന്നത് കമലഹാസനെ പറ്റി. അല്ല അത് ശരിയല്ലേ, കാരണം 2000s തൊട്ട് നോക്കുമ്പോ വിക്രം മാത്രല്ലേ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. ശരി, അവർക്ക് 20 വയസ്സ് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അത് അവരങ്ങനെ അതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതൊക്കെ ബേസിക്കലി എനിക്ക് തോന്നുന്നു 2-3 ജനറേഷന്റെ ഒരു സർക്യൂട്ട് ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ആ ഡയലോഗ് വെച്ചിരുന്നേ, പുള്ളി കിടിലാന്ന് വെറുതെ അല്ല പറയുന്നത്. കമലഹാസനെ പറ്റിയല്ല. നിങ്ങൾക്ക് എങ്ങനത്തെ എന്തായിരുന്നു ഫിലിംസ് ഈ 80s 90s ഈ സിനിമയിൽ റെഫറൻസ് ചെയ്ത അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ? ഏറെക്കുറെ ഞാൻ 93 അപ്പൊ എനിക്ക് കുറച്ച് 80s ആയിട്ടും കുറച്ച് 2000s ആയിട്ടും എന്റെ സിബ്ലിങ്സ് ഒക്കെ അങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് 80s ഫിലിം എന്ന് പറഞ്ഞാൽ ഏതാ? ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടല്ലേ. എനിക്ക് ടു സം എക്സ്റ്റെന്റ് ഇന്നലെ 89 അല്ലേ? ഇന്നലെ 80s ലാസ്റ്റ് 89. അതുപോലെ എന്താ ഗോകുലിന്? എനിക്ക് ഇന്നലെ തന്നെ. ആണോ? ഓ അനാർക്കിലേക്കാ? ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. എന്ന് വെച്ചാൽ പടങ്ങളെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിങ്ങനെ അതിനെ പറ്റി കുറെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. 2000-ന് ശേഷം ക്ലാസിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരെണ്ണം വീണ്ടും ചില വീട്ടുകാർ. അതൊരു 80s വരേണ്ട ഒരു സിനിമ, സെയിം 2000-ൽ വന്നൊരു ക്ലാസിക്. ഈ നമ്മുടെ അന്നത്തെ കുടുംബജീവിത സിസ്റ്റം നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒക്കെ ആണല്ലോ, പിന്നെ ഇന്ന് മാറി. OTT-കളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഈ കാസറ്റ്സ് റെന്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഒരു കാസറ്റിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കാണുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇപ്പൊ 80s-ലൊക്കെ ഓർത്തിരിക്കാനുള്ള ഐക്കോണിക് മൂവീസ് ലൂസ് അരപ്പരി ലൂസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പ്രിയപ്പെട്ട. അതേപോലെ എനിക്ക് 90s-ലാണെങ്കിൽ ദ കാർ, എന്റെ നാടുകാരന്റെ കാറിന്റെ ഒക്കെ കാസറ്റ് ഇഷ്ടമാണോ? ജനാർദ്ദൻ ചേട്ടനും അതന്നെ വണ്ടി മാറി ക്ലീൻ ഷേവ് അതിന്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാര്യം ഞാൻ ലുക്ക് ശ്രദ്ധിക്കും പലപ്പോഴും. അദ്ദേഹത്തെ കിട്ടാൻ പാടാ. ഫ്രണ്ട് ആയിട്ടാണ് നല്ല കോമഡിയാണ്. പിന്നെ ആ സമയത്ത് അത് ഭയങ്കര അൺലക്കി ഫിലിമാന്നൊക്കെ പ്രൊഡക്ഷൻ. അങ്ങനെ ഇപ്പം 3-ാം മുറയൊക്കെ ആ രീതിയിൽ നമ്മളൊക്കെ എന്റെയൊക്കെ പേഴ്സണൽ റാംബോ ആണ് 3-ാം മുറ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇൻഫിനിറ്റ് ടൈംസ് കണ്ടിട്ടുള്ള മൂവീസ് ആണ് 3-ാം മുറ. അതേപോലെ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മുകേഷ് അടിപൊളി ഭയങ്കര ഫണ്ണിയാണ്. അങ്ങനെ കുറെ സിനിമ. അതേപോലെ സിനിമ ഉണ്ട് മുകേഷ് ചേട്ടൻ, അത് ഇന്ന് ടോക്സിസിറ്റിയാണ്.
കല്യാണം കഴിച്ച് ലളിതാമ്മ ലാസ്റ്റ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. പേര് ഓർമ്മയില്ല, എനിക്ക് ഏകദേശം മനസ്സിലായി പരിപാടി. അമ്മായിയമ്മയെ കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കബീർ ബന്നമ്മ. ആണോ? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഈ മിസ്റ്റർ ബട്ട്ലർ ഒക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു അയ്യോ അത് ഭയങ്കര എല്ലാവർക്കും VHS-ലൊക്കെ ഒരുപാട് ഭയങ്കര. പക്ഷെ നമ്മുടെ ജനറേഷനിൽ ഇപ്പൊ അജേട്ടൻ പറഞ്ഞ പോലെ ഈ തൂവാനത്തുമ്പികള്, സീസൺ, അതൊക്കെ നമ്മുടെ ജനറേഷനിൽ അതിന് മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിലും നമ്മുടെ ജനറേഷനിലാണല്ലോ ഓക്കെ കറക്റ്റ് ടൈം, അഹെഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മുടെ ടൈമിൽ കറക്റ്റ് വാട്ട് ആൻ അമേസിംഗ് ഫിലിം. അതുപോലെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഡിസ്കവർ ചെയ്തേക്കുന്ന ഫിലിംസ് ഏതൊക്കെ? ദേവദൂതൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ക്യാൻ യു നെയിം എ കപ്പിൾ മൂവീസ് അവർ ഹിറ്റ് ആക്കിയ? രണ്ടാം ഭാവം കറക്റ്റ്, പെർഫെക്റ്റ്. ഗുരു ടു സം എക്സ്റ്റെന്റ് അല്ലേ? മേ ബി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ മെമ്മറീസ് ഒക്കെ ഇപ്പൊ കണ്ടിട്ട് ഭയങ്കര അപ്പൊ ഹിറ്റ് ആയിരുന്നില്ലേ മെമ്മറീസ്? ആയിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം ഞാൻ ഇതേപോലെ തന്നെ മറ്റേ ജെൻസി കിഡ്സ് മെമ്മറീസിനെ പറ്റിയിട്ടൊക്കെ, അതായത് നമ്മളെക്കാട്ടും ഇമ്പോർട്ടന്റ് 2000s ബയങ്കര ഐക്കോണിക് ഫിലിം എന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കാറുണ്ട്. അപ്പൊ അവർക്ക് എന്റെ ഡ്രാമയൊക്കെ അതുപോലെ കണക്ട് ആയിട്ടായിരിക്കാം അത് പറയുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ സീസണിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ സീസൺ ഫോർ അവർ ജനറേഷൻസ് അപ്രിഷിയേറ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആദ്യം കണ്ടപ്പോൾ ഉള്ള കൊച്ചിലെ കണ്ടപ്പം സീസൺ കാണുമ്പോൾ ഒരു ഭയങ്കര വിയേർഡ്നെസ് ആയിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കണക്കില്ല. ബിക്കോസ് ജഗതി ചേട്ടന്റെ അതിലെ ക്യാരക്ടറൊക്കെ ഭയങ്കര നമുക്ക് പിടികിട്ടാൻ പാടാ. പിന്നെ എന്താണ് ആ ക്യാരക്ടർ ഇന്നും കണ്ടുകഴിഞ്ഞാൽ നമുക്കത് വിയേർഡാണോ ആണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരില്ലേ. പിന്നെ കട്ടൻ ഒയറാണ് ആ ഫിലിം. ഇത്രയും ഒരു കൂളസ് വില്ലൻ എന്നാ പൊളി. അതും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ വോയിസ് ഓവർ റാൻഡംലി ഒരാൾ സംസാരിക്കലും ഭയങ്കര ട്രിപ്പി ഫിലിമാണ്, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഹിപ്പി കൾച്ചറിനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ട് ആ ഒരു സൈഡിനെ ഭയങ്കരമായിട്ടും കാണിച്ചിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. ഒരു ടൈം ഒരു ക്യാപ്സ്യൂളിൽ കൂടി ആ ഫിലിം കാണുന്ന സമയത്ത് ഭയങ്കര വേറൊരു കാലം നമ്മളിങ്ങനെ ബോട്ടിൽഡ് ആയിട്ട് ഫീൽ ചെയ്യും എപ്പോഴും കാണും. നിങ്ങളുടെ ഒന്നും പറയാത്തേ പറ. കഥാവിശേഷൻ അങ്ങനെ സംസാരിക്കുന്നു. ഡാനി കഥാവിശേഷനും അടിപൊളി. ക്യൂ പോലെ അല്ല ചന്ത്, വേറെ ഒരു കാര്യം, ഇത് സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അഫ്കോഴ്സ് ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും തോന്നില്ല. അത് നിങ്ങൾ ആ ഫൈനലി വണ്ടി ഓടിച്ച് പോണ സീൻ കണ്ടാലോ, ദിസ് ഇസ് ആ സിൽവർ സാൻഡ് ഐലൻഡ് ഇറ്റ് സെൽഫ് ഇസ് എ ട്രിപ്പി ഐഡിയ. കാരണം ഞാനൊക്കെ 20 കൊല്ലമായിട്ടാണ് ആലോചിക്കുക എന്താണ് ഈ സ്ഥലത്തിനകത്ത് സംഭവിക്കണമെന്ന് എപ്പോഴും വിചാരിച്ചൊരു സ്ഥലമാണ് സിൽവർ സാൻഡ് എന്നൊക്കെ പറയുമ്പോൾ. ദ വേ യു യൂസ്ഡ് AI, ആ വേൾഡ് ക്രിയേഷൻ, അതൊക്കെ ടോട്ടലി ലൈക്ക് നോ പ്രോബ്ലം അല്ലേ? നമുക്ക് മ്യൂറൽസും നന്നായിരുന്നു. ഏതാ മ്യൂറൽസും എസ്പെഷ്യലി രാഘവനെ കൊടുത്തിട്ട് പോകുമ്പോൾ തിരിച്ച് രാഘവനെ തല്ലി. പക്ഷെ എൻ്റെ അടുത്ത് ഇത് ഒരു ഫ്രണ്ട് പറഞ്ഞത്, നമ്മള് ഇന്ദ്രപ്രസ്ഥം കണ്ടപ്പോ ഉണ്ടല്ലോ, ആ സമയത്ത് ടെക്നോളജി വെച്ചിട്ട് ഏറ്റവും കൂളായിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ആ മമ്മൂക്ക ആ സ്പേസ്ഷിപ്പിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്, പിന്നെ മോർഫിങ്ങിന്റെ ആ സീനും. ഈ 30 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ നമുക്കിപ്പോൾ ഇന്ദ്രപ്രസ്ഥം കാണുന്ന ഫീലിംഗ് ആയിരിക്കോ ഈ AI ഇതൊക്കെ കാണുമ്പോ? ഞങ്ങൾ അതിനെ അതുകൊണ്ട് തന്നെയാണ് അതിന് ഭയങ്കര ഇതും ആലോചിച്ചോ, ഒരു ട്രാഷ് എസ്തെറ്റിക്സിലും, അതായത് ഭയങ്കര ഒരു VHSന്റെ ഒരു ചെറിയ ഗ്ലിച്ചും ഗ്രെയിൻസും ഒക്കെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നതും ഫ്യൂച്ചറിൽ ഇതിനെ നമ്മൾ അതിനെ ഡിപ്പിക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചതിനെ ഒരു റെട്രോസ്പെക്റ്റീവായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഹോമേജ് കൊടുത്തേക്കുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഞാനിപ്പോൾ സംസാരിക്കുന്ന കോണ്ടാക്ട്, അല്ലെങ്കിൽ സ്പേസ് ഒഡീസി, ഇൻഡസ്ട്രിയൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് സൈഫൈ എപ്പിക്സുമായിട്ടൊക്കെ ജനറലി ഒരു കമ്പാരിസൺ വരുമല്ലോ നമ്മളിങ്ങനെ സാധനം ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ ഒരു മീഡിയയിലൊക്കെ പറഞ്ഞ സാധനമാണ്, അങ്ങനെ ഒരു ബിബ്ലിക്കൽ സെൻസിൽ അതൊക്കെ ഒരു ഭയങ്കര ഏറ്റവും ഒരു ബൈബിൾ പോലെ അല്ലെങ്കിൽ ഒരു രാമായണം പോലെ കാണുകയാണെങ്കിൽ ദിസ് ഈസ് ജസ്റ്റ് എ കളിക്കൊടുക്കുക അവർ ഫിലിം. അപ്പോൾ ആ ഫിലിമിനെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അന്ന് നമ്മൾ എങ്ങനെയാണോ ഫ്യൂച്ചറിനെ, ഒരു നിയർ ഫ്യൂച്ചറിനെ സ്പെക്കുലേറ്റ് ചെയ്യുന്നുള്ള അതിൻ്റെ ഒരു വണ്ടർമെന്റ് ഉണ്ടാവും, നിലനിൽക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനേക്കാളും ഉപരി ഈ CG അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് മാറ്റി വെച്ച് കഴിഞ്ഞാലും നമ്മളുടെ ഒരു നിയർ ഫ്യൂച്ചറിനെ നമ്മൾ ഡിപ്പിക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ സൈഡ് എന്ന് പറയുന്ന സാധനത്തിനെ ആൾക്കാർ ഒന്നുകൂടെ കൺസിഡർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റിലവൻ്റ് ആയിട്ട് നിൽക്കാനും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു ഈ എക്സ്ട്രീമിസ്റ്റെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചേക്കുന്നത് ആ ഒരു പോയിന്റിൽ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഒരു എക്സ്ട്രീമിസം ഫ്യൂച്ചറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ലെവലിലായിരിക്കും ഉണ്ടാവുക, അതെങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു മാസ് ഫിയറിനെ ഒക്കെ എങ്ങനെയായിരിക്കും കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെയുള്ളൊരു സാധനം മേ ബി ഫ്യൂച്ചറിലും റെസണേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഫൈനലി വാട്ട് കൻ യു ടെൽ മീ അബൌട്ട് ദ യൂണിവേഴ്സ്? എന്താണ്, എത്ര പാർട്സ് ഉണ്ടാവും? What is the name of the universe? അത് ഭയങ്കര ക്ലീഷ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗഗനചാരി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ അതിനെ ടേം ചെയ്യണമെന്ന് എനിക്ക് ഇപ്പം എല്ലാവരും യൂണിവേഴ്സ് തുടങ്ങി വെക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല നല്ലൊരു ഹെൽത്തി ആണെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാലും നമുക്ക് അങ്ങനെ ആ ഒരു സിനിമാറ്റിക് സ്പെക്ട്രം ഉണ്ട് നമുക്ക്.
ഗഗനചാരി അങ്ങനെ ഒരു വലിയൊരു പാലസിൻ്റെ ഒരു വലിയ വീടിൻ്റെ ഒരു ചെറിയ മുറി മാത്രമാണ് ചെന്ന് തോന്നുന്നു ഗഗനചാരി. അപ്പോൾ ഞങ്ങൾ ഗഗനചാരിക്കാളിന് മുമ്പ് ഞാനും ശിവസായും കൂടെ കോറൈറ്റ് ചെയ്തതാണ് മണി ചിറ്റപ്പൻ. അപ്പോൾ ഞങ്ങളത് എഴുതി കഴിഞ്ഞ് മൗണ്ട് ചെയ്യാൻ ഭയങ്കര വലിയൊരു സ്റ്റാറും കുറച്ച് നല്ല ബഡ്ജറ്റും വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ എന്നാൽ പിന്നെ ഒരു ചെറിയ പരിപാടി എഴുതാം എന്ന് പറഞ്ഞിട്ടാണ് ഗഗനചാരി വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാഡ് സയൻറ്റിസ്റ്റിൻ്റെ അഡ്വഞ്ചറാണ്. ഒരു റിക്ക് ആൻഡ് മോർട്ടി, മനു അങ്കിൾ, ഡോക്ടർ സ്ട്രേഞ്ച്, അങ്ങനെ ഒരു കോംബോ ആണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എഴുതുന്ന സമയത്ത്. എന്നാലും ഒരു നമുക്ക് ഭയങ്കര ആരാധനയുള്ള നമ്മൾ എക്സ്ട്രിയർ കൾട്ട് ക്ലാസിക്സ് അല്ലെങ്കിൽ ആക്ഷനൊക്കെ ഇപ്പോൾ ചെയ്ത് ഒരാൾ ചെയ്യണം എന്ന് തന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സുരേഷ് ഗോപി സാർ ഫൈനലി സാർ അത് ചെയ്യാൻ പോകുന്നുള്ളതിലാണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിയേർഡോ സൈഡ് എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് സീഡ് ചെയ്തോ അതിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രേസി ആയിട്ടുള്ള ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വരുന്ന CG സ്റ്റുഡിയോയിൽ ഞാൻ വരുന്ന തലേദിവസം രാത്രി ഞങ്ങൾ ഇരുന്ന് അതിൻ്റെ സ്പേസ്ഷിപ്പ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പേസ്ഷിപ്പിനകത്ത് ഞങ്ങൾ മറ്റേ ഗുരുവായൂരപ്പൻ്റെ ഈ സ്പേസ്ഷിപ്പിൻ്റെ ഐശ്വര്യം എന്നുള്ള കാർഡൊക്കെ അപ്പോൾ ആ ലെവൽ ഒരു ക്യൂട്ട്നെസ് എനിക്ക് ഇതിനകത്തും കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ, അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് മൈൻഡിൽ. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സ്പിൻ ഓഫുകളും ഇതിനകത്ത് യൂണിവേഴ്സിനകത്ത് പല ക്യാരക്ടേഴ്സും ഈവൻ അലനും വിക്ടറും ഒക്കെ റെക്സിയുടെ ഒരു ലൈവ് ആക്ഷനും ഒക്കെ നമ്മളുടെ മൈൻഡിൽ പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മാർക്കറ്റ് മോണോപ്പൊളിയൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഒരു കമ്പനി ലേലോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയൊക്കെ. സോ ലേലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഒരു ഭയങ്കര വലിയൊരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ മേ ബി ഇംപ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇംപ്ലാൻസ് ചിലപ്പം വേറൊരു വലിയൊരു ഫർദർ ഒരു മേജർ ഒരു മാൽ ഫംഗ്ഷനിലേക്ക് പോവാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഉണ്ടാക്കി. അതെ, അപ്പോൾ അങ്ങനത്തെ വിവിധ സൈഡിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ ഈ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ബാക്കിയുള്ള റിസപ്ഷൻ അനുസരിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. ഫൈനലി ഇതിപ്പോൾ സുരേഷ് സാറിൻ്റെ മനുവങ്കിൾ എനിക്കറിയാം, ആ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോമഡി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റെഫറൻസ് ആണ്? പിന്നെ അല്ല, ക്രിസ്റ്റഫർ ലൂക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ ലൂക്ക് നമ്മൾ സിറ്റി ടൈഗേഴ്സ് ഒക്കെ ഉള്ള മറ്റേ എനിക്കതിന്റെ പേര് അറിയാം, എനിക്ക് മനസ്സിലായി. കിഡ്നാപ്പ് ചെയ്യണ ഒരു കോടി രൂപയുടെ സ്വത്ത് എഴുതി വാങ്ങണ എത്ര മുദ്രപതി വേണ്ടി വരും എടുത്തോണ്ട് ഓടി പോകുന്നൊരു ജനാർദ്ദൻ സാർ ലുക്കൊക്കെ അടിപൊളിയാണ്. മറ്റേ കൗബോയായിട്ട് സിറ്റി ടൈഗേഴ്സും 2 ഗ്രൂപ്പൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും സാർ അഗൈൻ ഇപ്പൊ തെങ്കാശിപ്പട്ടണമൊക്കെ നമ്മളുടെ എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛൻ്റെ കൂടെ സായിൽ വണ്ടി സർവീസ് ചെയ്യാൻ വന്നിട്ട് സായി സർവീസിൽ വന്നിട്ട് തെങ്കാശിപ്പട്ടണം കാണാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് കയറ്റിയത് ജയരാജ് സാറിന്റെ ശാന്തത്തിനായിരുന്നു. അപ്പൊ ഒരു ജീവിതം പകച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കാക്കടച്ചാണ് ശാന്തത്തിനകത്ത്. അപ്പൊ സൗണ്ട് ഡിസൈനൊക്കെ കേട്ട് ഞാൻ മറ്റേ തെങ്കാശിപ്പട്ടണം കാണാനൊരു ബാല്യം പകച്ചു പോയെന്ന് പറഞ്ഞ പോലെ ശാന്തം കണ്ട് തിരിച്ച് പുറത്തിറങ്ങി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് അച്ഛനോട് ഞാൻ അന്നത്തെ ദിവസം മിണ്ടിയിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞ നല്ല സിനിമയാടാ, ജയരാജ് പടം. അപ്പൊ അച്ഛന് ജയരാജ് സാറിന്റെ ഭയങ്കര ഇഷ്ടമാണ്. ദേശാറിന്റെ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് പുള്ളി വീട്ടിൽ പ്ലേ ചെയ്യുന്ന കാസറ്റ്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടം, കളിയാട്ടമൊക്കെ. അപ്പോൾ അങ്ങനെ അച്ഛൻ കൊണ്ടുപോയിട്ട് ചാരണം കാണിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ദേഷ്യത്തിനും ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി എന്നെ 2 തവണ നാട്ടിൽ സീസണിൽ വന്നപ്പോൾ 2 തവണ എന്നെ തെങ്കാശിപ്പട്ടണം കൊണ്ടുപോയിട്ടുണ്ട് കാണാനായിട്ട്. അപ്പം നമ്മുടെ മെമ്മറിയുടെ ഭാഗമാണ് സാർ. ഇതിന്റെ ഭയങ്കര ഒരു ജെന്റിൽ ജയന്റ് ഒരു ഹ്യൂമർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ഇഷ്ടം തോന്നുന്ന ഇഷ്ടമുണ്ടല്ലോ, ജെന്റിൽ ജയന്റ്. കോമഡി നോൺ സീരിയസ് നോൺ ആക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ അച്ഛനെ കോമഡിയിൽ എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല. അല്ല, ചില കോമഡീസിൽ ഇപ്പൊ മേ ബി ഹെയിലസ് ഒക്കെ അതെ, അങ്ങനത്തെ കുറച്ച് പടങ്ങളിലൊന്നും മൂവീസ് ഉണ്ട്, അതെനിക്ക് അത്ര വർക്കല്ല. പക്ഷെ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാതെ മനുവങ്കിളിൽ വരുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ തെങ്കാശിപ്പട്ടണത്തില് ജെന്റിൽ ജയന്റ് അല്ല, എന്നാലും അച്ഛൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഹ്യൂമർ അതില്. പാട്ട് അതെനിക്ക് ഭയങ്കര മറ്റേ കുളത്തില് ചാടിയിട്ട് മുക്കിക്കളയുന്നതും അങ്ങനത്തെ അതൊക്കെ ഒരു കത്ത് വായിക്കുമ്പോൾ റിയാക്ഷൻ ഒക്കെ രാജ്യം ശത്രു എന്ന് പറഞ്ഞിട്ട്. പിന്നെ സുന്ദര പുരുഷൻ അങ്ങനത്തെ ഒരു സിനിമ ടി വിയിൽ നമ്മൾ ഒരുപാട് തങ്ക മനസ്സിലുള്ള പാട്ടൊക്കെ നല്ല ഹിറ്റ് ആയിട്ടുള്ള പാട്ട്. കറക്റ്റ് പ്ലേസ്മെന്റിൽ വന്ന അച്ഛന ഹ്യൂമർ വർക്കാവും. മണിയഞ്ചിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത്, അത് കോമഡി ചെയ്യുന്നതായിട്ടല്ല. എന്നാലും ഞങ്ങൾക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കിഡ്സിൽ ക്രിസ്റ്റഫർ ലൂക്കിന് ഭയങ്കര ഫാൻസ് ഉണ്ട്. ഞാനൊരു ക്രിസ്റ്റഫർ ലൂക്ക് ഫാനാണ്.
വാക്കി ആയിട്ടുള്ള അതെ അതെ ലുക്ക് തന്നെ അതെ ഒരു എസ്തെറ്റിക്കലി ചേരാത്ത മുഖത്തിന് ചേരാത്തൊരു hairdo-ഉം ഒരു പടത്തിന്റെ പേര് എനിക്ക് വിട്ടുപോയി. നല്ല കഥ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് പേരറിയില്ല. പേര് ഞാൻ വിട്ടുപോയി പെട്ടെന്ന്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ റീൽസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് റീൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക്സ് ഗൈസ്. ഐ തിങ്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഒരു പോഡ്കാസ്റ്റ് ആയില്ലേ അല്ലേ? ഞാനും ഇന്റർവ്യൂ തുടങ്ങിയിട്ട് അതിന്റെ ഫോമിൽ നിന്നൊക്കെ കട്ടായി പോയി. ഇപ്പം മറ്റേ ഗേനചാരിയുടെ മറ്റേ സിനിമാറ്റിക് ഫോം എന്ന് പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന്റെ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്തില്ല. നന്നായി, അതല്ലേ കാണാൻ രസം. ഞാൻ നിങ്ങളിങ്ങനെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ കണ്ടവർക്ക് ഈ സിനിമയൊക്കെ പോയി കാണണമല്ലോ. എനിക്ക് കുറെ കണ്ടിട്ടുണ്ടെന്നുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്കിങ്ങനെ മറ്റേ സംസാരിക്കാൻ നമുക്ക് we'll do another conversation about that അല്ലേ? Thanks so much and looking forward to the universe. Thank you. Thank you.